പൊട്ടിയാലും പൊട്ടി പാളീസായാലും കുഴപ്പമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ ടുക്ക് എ റെസ്റ്റ്. ഓ മമ്മൂക്കാൻ്റെ അടുത്ത് എത്ര കാലമായി, വെന്നെവർ ഐ മീറ്റ് മമ്മൂക്കാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മമ്മൂക്ക ഒരു പാസിംഗ് ഷോട്ടാണ് വിളിക്കുക. ഇതൊരു സംതിങ് കോൾഡ് മമ്മൂട്ടി ചായ. അത് എനിക്കൊന്ന് അവിടെ മാത്രം കിട്ടുന്നൊരു പ്രത്യേക ചായയാണ്. ബ്രേക്കപ്പ് സീനിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം ഐ ഫീൽ ലൈക്ക് ഓക്കെ 10 വർഷം ആ സീൻ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ശവത്തിന്റെ കണ്ണിൽ പ്രണയം വരണം എന്നോട്. രജിഷേനെ കൊല്ലാൻ വന്നോക്കൊന്നോ എനിക്കറിയായിരുന്നല്ലോ താൻ വരും എന്നെ കൊല്ലും. Hi, I am Anjali and this is Unscripted, a podcast for people who are obsessed with, അതായത് വാതോരാതെ സിനിമയെ പറ്റി സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊരു പോഡ്കാസ്റ്റാണ്. ആൻഡ് ടുഡേ വി ഹാവ് വിത്ത് us the amazing Rajisha Vijayan. Thank you Rajisha so much for joining us. Yeah. Thank you. So starting with the hot thing on the internet right now. Oh, that's what you want to start with? So on one side there is this amazing item number of yours which is trending, and on the other side ഒരു 5-6 വർഷം മുന്നേ ഒരു പറഞ്ഞൊരു കാര്യം, അതായത് ഐറ്റം ഡാൻസ് ചെയ്യില്ല, താല്പര്യമില്ല. And people have been responding it in either way. So how are you reacting or responding to it? And ഇങ്ങനെ തോന്നാറുണ്ടോ, അതായത് ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ഒപ്പീനിയൻ ചെയ്യാൻ പറ്റില്ല, അതിനൊരു സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ടോ? റിയലി കാൺ ബ്ലെയിം പീപ്പിൾ ഇങ്ങനെ കാരണം ഞാനും ഒന്ന് കേട്ട് പിന്നെ ഒരാൾ വേറൊന്ന് പറയുമ്പോൾ അല്ലെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല അപ്പോൾ ആദ്യം പറഞ്ഞത് ദാറ്റ് ഷോക്ക് ഐ അണ്ടർസ്റ്റാൻഡ്. ബട്ട് ഐ ഓൾസോ ഫീൽ ലൈക്ക് ഹ്യൂമൻ ബീങ്സ് ആർ എവർ ഇവോൾവിങ്. ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞ വേറൊരു കാര്യമാണ് ചേഞ്ച് ഇസ് ദ ഓൺലി കോൺസ്റ്റന്റ്, ടു ഷാൽ പാസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം മാറി ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ എനിക്കൊന്ന് മനുഷ്യന്മാർക്കുണ്ട്. പിന്നെ അഫ്കോഴ്സ് ഞാൻ അത് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ബട്ട് ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വന്നാൽ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യും എന്നുള്ളത്. അപ്പോൾ കൃഷാന്ത് എസ് എ ഡയറക്ടർ വാസ് ഏബിൾ ടു കൺവിൻസ് മീ ടു ഡു ഇറ്റ് എന്നുള്ളതാണ്. പക്ഷേ കൃഷാന്തിൻ്റെ ഫിൽമോഗ്രഫിയോ സിനിമയോ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സോ കാണുന്ന ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എങ്ങനെ ഇങ്ങനെ ഒരു പാട്ട് വരുന്നതെന്നുള്ളത്. സോ ഐ ഫീൽ ലൈക്ക് മോർ ദാൻ മീ സ്പീക്കിംഗ് ഫോർ ദി ഒക്കേഷൻ, ഐ ഫീൽ ലൈക്ക് ദ ഫിലിം ഷുഡ് സ്പീക്ക് ഫോർ ഇറ്റ്. ആൻഡ് എനിക്ക് ഉറപ്പാണ് മസ്തിഷ്കമരണം കണ്ടു കഴിയുമ്പം ഇതെന്തിനാണ് ഇങ്ങനൊരു സീക്വൻസ് ഈ പടത്തിലുള്ളതെന്നുള്ളതിൻ്റെ ഉത്തരം ആ സിനിമയിൽ തന്നെ ഉണ്ടാവും. ആൻഡ് പ്രോബബ്ലി ഐ വിൽ ബി ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ബെറ്റർ വൺസ് യു വാച്ച് ദ ഫിലിം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്ലാരിറ്റി പ്രേക്ഷകരും അഞ്ജലിക്കും ഉണ്ടാവും. അപ്പോൾ എനിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ ഞാനന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനത്തെ മറവി പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു തക്കതായ കാരണമുണ്ട് ഇത് ചെയ്തതിനുള്ളത്. അപ്പം അത് ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ടോക്ക് ബെറ്റർ വൺസ് ദ ഫിലിം കംസ് ഔട്ട്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക് അതിന് ശേഷം. ബട്ട് അഗെയിൻ കംഫർട്ട് സോൺ വിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് യു ഹാവ് ഡൺ ദാറ്റ് എ ലോട്ട് ഓഫ് ടൈം. അതിൻ്റെ ഒരു എഡിഷൻ തന്നെയാണ് ഇത്. സോ ഹൗ വാസ് ദാറ്റ്? ദിസ് വാസ് സംതിങ് ന്യൂ. ഡാൻസ് ആയാലും ഒരു ഐറ്റം നമ്പർ ആയാലും ഹൗ ഡിഡ് യു ബ്രേക്ക് ദാറ്റ് കംഫർട്ട് മോൾഡ് ഫോർ യുവർ സെൽഫ്? എൻ്റെ ഒരു ഓൾമോസ്റ്റ് 10 years ആവാറായി. ഇപ്പോൾ 10 വർഷത്തെ ഒരു കരിയറിൽ ഐ ഹാവ് ഓൾവേസ് ട്രൈഡ് ടു ബ്രേക്ക് ദാറ്റ് കംഫർട്ട് സോൺ. I tried to play a school girl when everybody told me you're probably not that age. How will you portray it? I tried to do sports films when I am really not a very athletic a sports person allathoralayapam. Or I tried to ഞാൻ പറയുന്ന പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലെ ലൈഫ് സ്കിൽസ് പോലും പഠിച്ചത് പലതും പല സിനിമകൾക്ക് വേണ്ടിയാണ്, ഒരു സൈക്ലിംഗ് വരെ. അപ്പം ഇറ്റ്സ് വെരി നൈസ് ഫോർ മീ. ഇറ്റ് ഫീൽസ് വെരി സാറ്റിസ്ഫൈങ് when I get to learn something new or break a barrier. And നമ്മളെ പുഷ് ചെയ്ത് നമുക്ക് പറ്റില്ല, ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്കൊരു അത് ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും ഉണ്ടാവും. സോ ഇൻ എ വേ ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് സിനിമയിലാണ് ഞാൻ വേറൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് യു ക്യാൻ ബി എ സീരിയൽ കില്ലർ, യു ക്യാൻ ബി എ മദർ, ഡോക്ടർ, ലൈക്ക് യു ക്യാൻ പ്ലേ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് characters, like from playing like this Eli in Anuraga Karikkin Vellam, which is the one of the most romantic person, to Madhura Manohara Mohathile Meera, who is like straight opposite and flirt. So എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്നെ തേടി വരിക. സോ അതാണ് ultimately I am very grateful that these characters are coming my way. ഇപ്പം ഇത് നമ്മളടുത്ത് ഇപ്പം സംവിധായകനോ പ്രൊഡ്യൂസർക്കോ ഇത് രജിഷനെ കാസ്റ്റ് ചെയ്യണം തോന്നിയാലല്ലേ ഈ സ്ക്രിപ്റ്റോ കഥാപാത്രം നമ്മൾ തേടി വരത്തുള്ളൂ. അപ്പം ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഒരു പോയിന്റ് കൃഷാന്ത് ആക്ച്വലി ഫെൽറ്റ് ലൈക്ക് ഓക്കെ ഐ ക്യാൻ ടേക്ക് ദിസ് ഫിൽം ആൻഡ് ക്യാരക്ടർ ടു രജിഷ എന്ന് പറയുന്നതിൽ ഐ എം വെരി 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 ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. അപ്പം വൺസ് യു കമ്മിറ്റ്
അതെന്തിനോടും നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് മൈറ്റ് നോട്ട് ബി പെർഫെക്റ്റ്, ബട്ട് യു അറ്റ്ലീസ്റ്റ് ഗേവ് യുവർ 100%. യു ക്യാൻ സ്ലീപ് പീസ്ഫുള്ളി. നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാലോ. അതെ അതെ. സോ കമ്മിങ് ടു മസ്തിഷ്കമരണം, സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ്? ഒരു വാക്കി മൂവിയാണ്. സോ വാട്ട് മേഡ് യു സേ ദാറ്റ് ഓക്കെ ഐ വോണ്ട് ടു ഡു ദിസ് മൂവി? ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ഐഡിയ, ആൻഡ് ഞാൻ ഇതുവരെ എവിടെയും കാണാത്തൊരു ഐഡിയ. ഞാനിങ്ങനെ കൃഷാന്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ പലവട്ടം ചോദിച്ചു, എന്ത് കഴിച്ചപ്പോഴാണ് ഈ ഐഡിയ വന്നത്, അല്ലെങ്കിൽ എന്ത് ആലോചിച്ചപ്പോൾ, ലൈക്ക് വാട്ട് വേ യു ഡൂയിങ് വെൻ ദിസ് ഐഡിയ പോപ്ഡ് അപ്പ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. കാരണം ഒരു നോർമൽസിയിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു തോട്ട് അല്ല ഈ മസ്തിഷ്ക മരണത്തിൻ്റെ കോർ തോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹി ഹാഡ് എൻ അമേസിങ് ടീം, ഒരു ഗ്രേറ്റ് സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് ടു പുൾ ഇറ്റ് ഓഫ്. അപ്പം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തൊരു ഫിൽം മേക്കിംഗ് സ്റ്റൈലും അല്ല കൃഷാന്തിൻ്റെ. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് വേറൊരു പാറ്റേൺ ഉണ്ട്. വി ഹാവ് ഡിഫറെൻറ്റ് ഡേയ്സ് അലോക്കേറ്റഡ് അക്കോർഡിംഗ് ടു ബഡ്ജറ്റ്, യുനോ. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആകുമ്പം തന്നെ നമ്മൾ കാണുന്ന കോസ്റ്റ്യൂമോ മേക്കപ്പോ സെറ്റ് വർക്കോ ഒന്നും നമ്മൾ സാധാരണ കാണുന്ന സിനിമകളല്ലേ. നമ്മൾ എസ്പെഷ്യലി ഞാൻ കൂടുതലും റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പോകുമ്പോൾ എല്ലായിടത്തും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, പാടത്താണെങ്കിൽ പാടത്ത് തന്നെ ഷൂട്ട്, കാട്ടിലാണെങ്കിൽ കാട്ടിൽ തന്നെ ഷൂട്ട്, ലൈക്ക് വെള്ളത്തിലാണ് വെള്ളത്തിൽ തന്നെ ഷൂട്ട്. ദർ ഇസ് ഐ ഹവ് നെവർ ഈവൻ വർക്ക്ഡ് വെയർ ലൈക്ക് ഭയങ്കര പ്രോപ്പറായിട്ട് സെറ്റ് ഇറപ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. ഇത് ആദ്യമായിട്ടായിരുന്നു ഞാനിങ്ങനെ കുറേ ദിവസം നമ്മളൊരു ഫ്ലോറിൽ തന്നെ സെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. കാരണം 2046 എങ്ങനെയായിരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. ഇത് കൃഷാന്തിൻ്റെ ഇമാജിനേഷനിലുള്ളത് 2046 അല്ലേ, നമുക്കറിയില്ലല്ലോ. 20 years കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വിഷ്വലി, എന്തൊക്കെയായിരിക്കും മാറ്റം വരിക. ഇപ്പം 20 വർഷം മുന്നത്തെ എറണാകുളം അല്ലല്ലോ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എറണാകുളം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആ മാറ്റം ഒരു ഡയറക്ടറിൻ്റെ വിഷ്വലിൽ വരുന്ന ആ മാറ്റത്തെ ഉൾക്കൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം കാണുന്ന കഥാപാത്രമായി മാറി ആ വിഷ്വൽ വേൾഡിലോട്ട് പോകാൻ പറ്റുന്നതന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ്, ഭയങ്കര പുതുമയുള്ളൊരു കാര്യമായിരുന്നു. ഇതുവരെ ട്രൂലി വെരി എക്സൈറ്റഡ്. ഞാനും സിനിമ മുഴുവൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ കാണുന്നില്ല, ബിക്കോസ് ഐ വോണ്ട് ടു വാച്ച് ദ ഹോൾ ഫിലിം ഇൻ തിയേറ്റർ. ശരിക്കും എനിക്ക് അങ്ങനെ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം പലയിടത്തും കുറേ VFXും CG ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇവൻച്വലി വരിക എന്നുള്ളത് ഐ ഫീൽ ലൈക്ക്, ആൻഡ് ഇറ്റ്സ് എ ഫിലിം ട്രൂലി മെയ്ഡ് ഫോർ തിയേറ്റേഴ്സ്. അതിൻ്റെ സൗണ്ട് സ്കേപ്പിംഗ് ആണെങ്കിലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും അതെടുത്തിരിക്കുന്ന പ്രയാഗ് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും ഇതിൻ്റെ ഓഡിയോഗ്രഫി ആണെങ്കിലും ഒക്കെ ഇത് പ്രോപ്പർ തിയേറ്ററിൽ കണ്ടാലായിരിക്കും ഇതിൻ്റെ ബെസ്റ്റ് ഔട്ട് കിട്ടുക. ഇറ്റ്സ് റിയലി നോട്ട് മെയ്ഡ് ഫോർ എൻ OTT ഓർ എ ഹോം സ്ക്രീൻ ഓർ എ മൊബൈൽ സ്ക്രീൻ. ഇത് അപ്പോൾ ഐ ഓൾസോ വോണ്ട് ടു വാച്ച് ഇറ്റ് ലൈക്ക് ദാറ്റ്. അതെ. സോ കൃഷാന്ത് ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഹിസ് ഫിൽമോഗ്രഫി, പുള്ളി കാസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ സിനിമയിലും most of them have been repeated, and you are the big new addition. So how is it working there, like, you know, ഒരു പുതിയ സെറ്റ്, ആൻഡ് because they have their own rapport ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ സിങ്കും കാര്യങ്ങളുണ്ടാവും. So did you struggle there, or was it like easily gelling with the people? For a change, I feel like I was too invested in my character. എനിക്ക് അങ്ങനെ, of course you will gel with everybody. As an actor you move from ഒരു, ഞാൻ പലയിടത്തും പറഞ്ഞു, നമ്മൾ വീട്ടിൽ നിൽക്കുന്നതിനെക്കാളും സമയം നമ്മൾ സെറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. സോ യു മേക്ക് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ്, യു സേ ഗുഡ് ബൈ ടു സം, യു കീപ് സം ഫോർ ലൈഫ് ആൻഡ് യു മൂവ് ഓൺ. അപ്പം എല്ലാ സെറ്റിൽ പോകുമ്പോഴും നമുക്ക് ആ വൈബ് കിട്ടുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ അതിന് മുന്നേ കണ്ടവരുണ്ടാവും, മുന്നേ വർക്ക് ചെയ്തവരുണ്ടാവും. നിരഞ്ജൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിന് മുന്നേ 2 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അഗസ്ത്യ വിഷ്ണു ചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫെമിലിയാരിറ്റിയും ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പറയട്ടെ, ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സിനെയും ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ വരുമ്പോൾ എനിക്ക് അവരെ കണ്ടാൽ മനസ്സിലാവില്ല. അത്രയ്ക്ക് ദേ ലുക്ക് സോ ഡിഫറെൻറ്റ്. എല്ലാവരുടെയും ലുക്സും കോസ്റ്റ്യൂമും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇത് ഏത് ഗ്രഹത്തിലാണ് നമ്മൾ വന്നത് എന്നുള്ളൊരു ഫീലായിരിക്കും. ഇപ്പം ഐ ആം ഓൾസോ ലൈക്ക് ആ ബന്ധങ്ങളും റിലേഷൻഷിപ്പും ഫണ്ണും എല്ലാം സെറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇത് എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, പറ്റാൻ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ത്രൂ ഔട്ട്. ആൻഡ് ഈ ക്യാരക്ടർ ഇസ് ഓൾസോ എ ലിറ്റിൽ difficult അല്ല, it's very different from whatever I have done in the past, അല്ലെങ്കിൽ very different from who I am as a person. ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് ഈ കഥാപാത്രം. അപ്പം so you very invested when you are doing a role, അങ്ങനെയാണ്. like what is your process like? ഒരു because you see, when you say like ഇത്രയും ചാലഞ്ചിങ് ആയ ഒരു റോൾ ചെയ്യണമെങ്കിൽ of course അത്രയും എഫേർട്ട് ഇട്ടാലേ അത് വരുള്ളൂ. so what is your process when you're trying to transition to that particular role or give your 100%? ഐ എം നോട്ട് വെരി ടാലൻറ്റഡ് ഇൻ എ വേ. ഞാൻ പറയാം, അതായത് എനിക്ക്
ഒരു വർക്കും ചെയ്യാതെ നമ്മളിങ്ങനെ ഫുൾ ജോളി ആയിരുന്നിട്ട് ആക്ഷൻ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്വിച്ച് ആവുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഹൂ ഐ ഫീൽ ലൈക്ക് ഐ വോണ്ട് സേ ദേ ബോൺ ടാലൻറ്റഡ് ബട്ട് ഐ ഫീൽ ലൈക്ക് ദർ ഇൻ എ വേ ടാലൻറ്റഡ് a little bit more than the rest of us. എനിക്കൊക്കെ സ്ട്രഗിൾ ഇൻ ദ സെൻസ് എനിക്കറിയാം ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഭയങ്കര മീഡിയോക്കർ ആയിരിക്കും എന്നുള്ളത്. അപ്പം ആ വർക്ക് ഞാൻ ചെയ്തേ പറ്റൂ, ഞാൻ ആ ഹോംവർക്ക് ചെയ്യണം, ആ ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്യണം. എനിക്കത് ചെയ്താൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നുള്ളൂ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവണമെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാൻ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ. സോ ഐ എം സംബഡി ഹു ഓൾവേസ് കീപ്സ് ആസ്കിങ് ഡയറക്ടറിൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ, ഹു കീപ്സ് ആസ്കിങ് ഞാൻ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം. ആ പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഐ ഫീൽ ലൈക്ക് അതൊരു വേറൊരു ഡയമെൻഷൻ എനിക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. And I feel like എനിക്കിതിൻ്റെ ആവശ്യമുണ്ട്. To act I need a homework. I can't perform just out of എനിക്ക് അങ്ങനെ. Even after 10 years that is not the case. I don't prefer doing that. Okay. And also എൻ്റെ പെർഫോമൻസ് ഇസ് ഓൾവേസ് ഗൈഡഡ് ബൈ ഡയറക്ടർ. ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇനി ഞാൻ അഭിനയിക്കുമല്ലോ, ഞാൻ എഴുതിയ കഥാപാത്രമല്ലല്ലോ, ഇതൊക്കെ വേറൊരാളുടെ വിഷനല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് മാത്രമാണ് നമ്മൾ ആക്ടേഴ്സ്. നമ്മൾ ഈ സ്ക്രീനിൽ വരുന്നത് കൊണ്ട്, നമ്മളുടെ ഫേസ് വരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുന്നത് നടന്മാർക്കും നടിമാർക്കും ആയിപ്പോയി എന്നുള്ളതാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ എഫേർട്ടും ഇതിൻ്റെ വിഷ്വലൈസേഷൻ ഇതൊക്കെ ചെയ്യുന്നത് സംവിധായകനും ബാക്കിയുള്ള ടെക്നീഷ്യൻസുമാണ്. നമ്മൾ ഒരു ടൂളാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കണ്ട കഥാപാത്രം എങ്ങനെയായിരിക്കും നടക്കുന്നത്, ഇരിക്കുന്നത്, മൂവ് ചെയ്യുന്നത്, കഴിക്കുന്നത്, സംസാരിക്കുന്നത്, ഡയലോഗ് ഡെലിവർ ചെയ്യുന്നത്, ഇമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ അവരെ നോക്കി, അവരെ പഠിച്ച് അവരോട് സംസാരിച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ വർക്ക് എനിക്ക് തോന്നുന്നു ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. സോ ഡു യു ബ്രിങ് യുവർ ഓൺ ഇൻപുട്സ്? അതായത് ഇങ്ങനെ ചെയ്താലോ അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ടോ? അതോ യു ആർ ലൈക്ക് എല്ലാ ആക്ടേഴ്സിനും എനിക്ക് തോന്നുന്നു അവരുടേതായ ഒരു പ്രോസസ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്യാരക്ടർ ചിലവർ സ്ക്രിപ്റ്റ് 10 തവണ വായിക്കുമായിരിക്കും, ചിലവർ എഴുതുമായിരിക്കും, ചിലവർ ഇപ്പം എനിക്ക് എൻ്റെ പ്രോസസ്സേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഞാൻ കത്തെഴുതും, ഇങ്ങനത്തെ ജേർണൽ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പം പ്രിപ്പയർ. ദാറ്റ് വിൽ ബി സിമിലർ ഫോർ ഓൾ ക്യാരക്ടർ. ദാറ്റ് ഇസ് മൈ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദ ഷേപ്പ് ഓഫ് എ ക്യാരക്ടർ. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ ആൻസേഴ്സ് എനിക്ക് ലഭിക്കുന്നത് സംവിധായകനിലോ എഴുത്തുകാരനിൽ നിന്നാണ് എന്നുള്ളതാണ്. എഴുത്തുകാരനോ എഴുത്തുകാരിയോ സംവിധായകനോ സംവിധായികയോ അവരിൽ നിന്നാണ് നമുക്ക് ഈ ഇൻപുട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് അവർ തരുകയും വേണം, പിന്നെ അവരുടെ നമ്മൾ ചോദിക്കുകയും വേണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡയറക്ടർ ഇസ് നോട്ട് ജസ്റ്റ് മാനേജിങ് യു. കറക്റ്റ്. സെറ്റിൽ ഒരാളുടെ അഭിനയം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ആളല്ലല്ലോ സംവിധായകൻ. അദ്ദേഹത്തിന് അഭിനയം നോക്കണം, പ്രൊഡക്ഷൻ ഒരു 110 കാര്യങ്ങൾ സെറ്റിലെ ഇത് മാനേജ്മെൻറ്റ് സ്കില്ലും കൂടെ വേണമല്ലോ. അപ്പോൾ അത്രയും ഒരു ബ്രെയിൻ അത്രയും ഡിവൈഡഡായി പല സ്ഥലത്ത് അറ്റൻഷൻ പോകുമ്പം സംടൈംസ് ദേ വിൽ നോട്ട് ബി ഫോക്കസിങ് ഓൺലി ഓൺ യു. അപ്പോൾ ഇറ്റ് ഈസ് ഈസിയർ ഫോർ ദെം ഓൾസോ ഇഫ് ഐ ഫീൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ പോയി ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി സംശയം ചോദിക്കില്ല, അതുപോലെ നമ്മൾ ചോദിച്ച് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് നമുക്ക് ഇതാണെന്ന് വിചാരിച്ച് നമ്മൾ പെർഫോം ചെയ്യും. പക്ഷെ അപ്പോഴും സംവിധായകനാണ് തീരുമാനിക്കുന്നത് ഇതാണോ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്, ഇതല്ലെങ്കിൽ എങ്ങനെ. അപ്പം അതിനനുസരിച്ച് നമ്മൾ മാറുക, നമ്മളുടെ വിഷൻ അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്തത് മാറ്റി ആൻഡ് ദെൻ യു ഫിഗർ ഔട്ട്. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് പ്രോസസ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. ഇത് ഒരു ആർട്ടിസ്റ്റ് ഒറ്റയ്ക്ക് വിചാരിച്ചാലോ ഒരു സംവിധായകൻ ആരും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ആക്ച്വലി ഒന്നും. പക്ഷേ എസ്പെഷ്യലി സിനിമ ഇതൊരു സൈബർ പങ്ക് സിനിമയാണല്ലോ. സോ അപ്പോൾ എന്തെങ്കിലും റെഫറൻസസ് കണ്ടിരുന്നോ ഹോളിവുഡിൽ നിന്നൊക്കെ? ലെറ്റ് മീ ഇങ്ങനെയൊക്കെയാണിത്, ജോണർ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ did some homework by watching some movies or you know? I had a visual idea about it. ഇതിൻ്റെ വിഷ്വൽ ഐഡിയ കാരണം കൃഷാന്ത് നന്നായിട്ട് സ്കെച്ച് ചെയ്യും, അദ്ദേഹത്തിന് നന്നായിട്ട് സ്റ്റോറി ബോർഡ്സ് ഉണ്ട്, പിന്നെ പിച്ച് ഡെക്സ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അപ്പം നമ്മൾ അത് കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമുക്കറിയായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും അവിടെ ഹോളിവുഡിൽ ചെയ്യുന്നതിൻ്റെ മിമിക്കിങ് ആവരുത്. കാരണം അൾട്ടിമേറ്റ്ലി ഇതൊരു ഹോളിവുഡ് സിനിമ അല്ല, ഇതൊരു മലയാളം സിനിമയാണല്ലോ. അപ്പോൾ ഇത് കേറ്റർ ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഇന്ത്യൻ ഓഡിയൻസിലേക്കാണല്ലോ, എസ്പെഷ്യലി മലയാളി ഓഡിയൻസിനാണല്ലോ. അപ്പം കഥാപാത്രങ്ങളും ഇവിടുത്തെ കഥാപാത്രങ്ങൾ നമ്മൾ പക്ക മലയാളം സംസാരിക്കുന്നത് 2046 പറഞ്ഞാൽ പോലും ഈ ഏതൊരാൾക്കും മനസ്സിലാവുന്ന ടെർമിനോളജീസും വാക്കുകളും ഒക്കെ തന്നെയാണ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത റെലവൻസ് ഉണ്ടില്ല, എല്ലാവർക്കും മനസ്സിലാവണം. പിന്നെ റൂട്ടഡ് ആയാലേ ആൾക്കാർക്ക് അതെ, അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന പ്രോസസ്. അപ്പം
അങ്ങനെ ഒരു പിന്നെ ആ ജോണറിന് വേണ്ടി ഒരു പ്രത്യേകതരം അഭിനയം ഒന്നും ആലോചിച്ചിട്ടില്ല. കൂടുതലും കൃഷാന്തിൻ്റെ വിഷനിൽ ഈ ക്യാരക്ടർ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു 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 എക്സ്ട്രാ ഫീൽ ഉണ്ടാവും. നമ്മളിപ്പോൾ കാണുന്ന റിയലിസ്റ്റിക് സിനിമകളിലെ ഒരു അഭിനയ പാറ്റേൺ ആയിരിക്കില്ല ഇതിൽ. കാരണം എക്സാജറേറ്റഡ് ആയിരിക്കും എന്നാണ് അത് ഐ ഫീൽ ലൈക്ക് ഒരു പൊടി, അതായത് ഒരു ഗെയിമിംഗ് സ്പേസിൽ ഒരു സൈബർ സ്പേസിൽ വരുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു മീറ്റർ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊരു മഹേഷിന്റെ പ്രതികാരം പോലത്തെ ഒരു സിനിമയിൽ കാണുന്ന ഒരു അഭിനയത്തിന്റെ മീറ്റർ ആയിരിക്കില്ല ഇതിൽ. കാരണം ഓഫ് കോഴ്സ് അതല്ല ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് അപ്പം ജോണറിനനുസരിച്ചുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അത് കൃഷാന്ത് തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നെ. ഓക്കെ ഓക്കെ. നൗ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഫോർ എ ക്വിക്ക് ഗെയിം. അതായത് ദിസ് ഓർ ദാറ്റ് എന്നാണ്. യു ക്യാൻ ഓൺലി പിക്ക് വൺ ഓഫ് ദ ടു ഓപ്ഷൻസ്. സോ മാരി സെൽവരാജ് ഓർ ഖാലിദ് റഹ്മാൻ? Oh my god, I can't. You have to pick one. No way I'll pick that. Okay, it can be confusing because these are two people who അത് മാത്രമല്ല രണ്ട് ഭാഷയാണ്. രണ്ടുപേര് മലയാളത്തിൽ എൻ്റെ ഡെബ്യൂ റഹ്മാൻ്റെ കൂടെയാണ്, തമിഴിൽ മാരി സാറിൻ്റെ കൂടെയാണ്. ആൻഡ് ബോത്ത് ദീസ് ഡയറക്ടേഴ്സ് ഹാവ് വർക്ക് ട്വൈസ്. Yeah, exactly. ആൻഡ് ബോത്ത് ദീസ് ഡയറക്ടേഴ്സ് ആം ഗ്രേറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ഒരു കാറ്റഗറിയിലും ഇവരെ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് സംവെയർ ഐ എം ഓൾവേസ് എ ലിറ്റിൽ എന്താ പറയുക ഗ്രേറ്റ്ഫുൾ ടു റഹ്മാൻ ഇൻ എ വേ. ഇതിലെ പിക്കിംഗ് അല്ല കേട്ടോ, ബിക്കോസ് ഹീസ് ദ വൺ ഹു ഫൗണ്ട് ദി ആക്ടർ ഇൻ മീ. But if not for him, I probably would not become an actor. അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധായകനോട് നമുക്ക് എന്നും ആ ഒരു കടപ്പാട് എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. സ്പോട്ട് ചെയ്തു, നമ്മളെ കൊണ്ട് ഇത് പറ്റുമെന്ന് അവർ കണ്ടുപിടിച്ചു എന്നുള്ളതുണ്ട്. പക്ഷേ ആസ് ഫിൽം മേക്കേഴ്സ് ഐ റിയലി കാൺട്ട് പിക്ക്. You can't really pick. Okay. Got it. So script first or director first? Because you have a mix of both. So I wanted to ask this. Will you pick script first or director first? I was always script first. Okay. എൻ്റെ മാറിയ ചിന്താഗതികളിൽ വേറൊന്നാണിത്. ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റ് ഫസ്റ്റ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം എനിക്കൊന്ന് ഇപ്പോഴത്തെ ഒരു ഫിലിം മേക്കിംഗ് ട്രെൻഡും മാറിയതിനനുസരിച്ച് ചില സിനിമകളിൽ അങ്ങനെ ഒരു ഭീകര സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ ഫിലിം മേക്കിംഗ് കൊണ്ട് അത് ഭയങ്കര കിടിലനായിട്ട് വരുന്നുണ്ട്. ലൈക്ക് ഒരു ഭയങ്കര സ്റ്റോറി ആർക്കില്ലെങ്കിൽ പോലും ബൈ ഫിലിം മേക്കിംഗ് യു ആർ ലൈക്ക് വാവ് എന്താണുള്ളത്. സോ ഡിപ്പെൻഡിങ് ഓൺ ഫിലിം ടു ഫിലിം ചില സിനിമകളിൽ ഡയറക്ടർ ഫസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈസണിൽ ഐ നെവർ ന്യൂ എന്താ സ്ക്രിപ്റ്റ്. എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ എനിക്കത് ഒരു 2 ദിവസം മുന്നേ എങ്ങാനുമാണ് ഞാൻ കഥ എന്താ എന്നറിയാം. ബിക്കോസ് ഐ ഓൾറെഡി വർക്ക്ഡ് വിത്ത് സർ. മാരി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അറിയായിരുന്നു മറ്റേ നമുക്ക് പോവാം, നമുക്ക് എന്തായാലും ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ് എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് ഒരു പുതുമുഖ ഒരാളാണ് വരുന്നത്, ഒരു ഡെബ്യൂ ഡയറക്ടറാണ്. ഓഫ് കോഴ്സ് യു വിൽ ഗോ വിത്ത് ദി സ്ക്രിപ്റ്റ് ഫസ്റ്റ് അല്ലേ? അപ്പോൾ അതാണ് ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ. എനിക്ക് പറയാം പണ്ട് സ്ക്രിപ്റ്റ് ഫസ്റ്റ് തന്നെയായിരുന്നു. ഇപ്പൊ അവിടുന്ന് മാറി ഞാനിങ്ങനെ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. Got it. So I think you answered, but still, prep a lot or trust your instinct? Prep a lot. Yeah. And taking risks or playing it safe? This is taking risks. Yeah. And your filmography is a clear example of that also. But പൊട്ടി പാളിച്ചായാലും കുഴപ്പമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഐ ടുക്ക് എ റിസ്ക്. എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തല്ലോ. And your filmography actually അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര inconsistent ആണ്, but in a very good way. On one side you are playing a full-on lead character, and in the second you're playing a small but significant role with and then you're playing the sister to the lead actor, and then now you're doing a cyberpunk kind of a movie. So I wanted to understand, how does it work in your head? Like, okay, what to pick എന്നത്, how does it, like, especially ഇതുവരെ ചെയ്തിട്ടുള്ളത്, like, how do you pick that kind of a movie? Like, okay, I should do this, even if it is small, let me do this. Like, yeah, I feel like അത് ഫ്രം ബിഗിനിങ് ഐ ഹാഡ് ഓൺലി 3 rules. One was, does the script work for you? ഹോൾ കഥ നമ്മളെ, അതായത് ആസ് എൻ ഓഡിയൻസ് ഞാൻ ഒരിക്കലും എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കഥ കേൾക്കാറില്ല. കേൾക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ അപ്പോൾ ഈ സിനിമ എനിക്ക് കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നൊരു സ്ക്രിപ്റ്റാണോ. രണ്ടാമത്തത് എൻ്റെ ക്യാരക്ടർ അതിൽ നിന്ന് റിമൂവ് ചെയ്താൽ വിൽ ദ ഫിലിം സ്റ്റിൽ വർക്ക്. ഫോർ എക്സാമ്പിൾ കളങ്കാവിൽ നിന്ന് ഇഫ് യു റിമൂവ് മൈ ക്യാരക്ടർ വിൽ ദ ഫിലിം വർക്ക്? നോ, ഇറ്റ് വോണ്ട്. സോ ഇറ്റ് കൈൻഡ് ഓഫ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ ഈവൻ ഇഫ് ഐ എം ദെയർ ഓൺലി ഫോർ ലൈക്ക് 5 minutes. ഇപ്പോൾ ലവിൽ ഈവൻ ഇഫ് മൈ സ്ക്രീൻ ടൈം ഇസ് ലെസ്, ഐ എം എ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ. കളങ്കാവിൽ പിന്നെ ഓഫ് കോഴ്സ് ഐ ഡിഡ് ഇറ്റ് ഓഫ് കോഴ്സ് ടു ബി വിത്ത് മമ്മൂക്കാൻ്റെ കൂടെ ഒരു ഷോട്ട്. ബട്ട് അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മൾ ക്യാരക്ടർ റിമൂവ് ചെയ്താൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ നമുക്ക്. പിന്നെ ഫൈനൽ ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐവ് ഡൺ സോ ഫാർ. ഇപ്പം ഞാൻ ചെയ്തത് തന്നെ അതേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കാനാണെങ്കിൽ നമുക്കും
ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഐ വോണ്ട് ടു. Yeah, but mainstream ambo, you usually see a pattern in actors, but which has not been your case, and I think it has helped you a lot in the larger picture. Kanam ലാർജർ പിക്ചർ യെസ്, ഇമീഡിയറ്റ് പിക്ചർ നോ. അതായത് ഇമീഡിയറ്റ്ലി നോക്കുവാണെങ്കിൽ ദർ വിൽ ബി ഗ്യാപ്സ് ഇൻ മൈ കരിയർ. ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷം 1.5 വർഷത്തിന് ഗ്യാപ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവളെവിടെ പോയി, ഇവൾ പോയോ, ഇവളുണ്ടോ, ഈ തോട്ട്സ് വരാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി ഉള്ളതിൽ ഇപ്പം നാളെ ഞാൻ മരിച്ചു പോയാൽ പോലും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യത്തിലും എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്നുള്ളതാണ്. സോ ഇൻ എ വേ ഐ എം വെരി ഹാപ്പി വിത്ത് മൈ ഡിസിഷൻസ് ഇൻ ലൈഫ്. അപ്പം ആ ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. Right. Got it. Yeah. So you spoke about Kalangaval. So how was the experience working in that ചെറിയ റോളാണ്, but like you said it was very... മമ്മൂക്കാൻ്റെ അടുത്ത് എത്ര കാലമായി. whenever I meet him, മമ്മൂക്കാൻ്റെ അടുത്ത് ഞാൻ പറയും മമ്മൂക്ക ഒരു പാസിംഗ് ഷോട്ടാണ് വിളിക്കുക. Because I feel like, see, with legendary actors, especially now that we do not have a lot of legendary actors with us, ഒരു ഷോട്ടിൽ നിൽക്കാൻ പറ്റുമ്പോൾ ഐ ഫീൽ വെരി ഫുൾഫിൽഡ്. അതായത് ഞാൻ കണ്ടു വളർന്ന ആക്ടേഴ്സിൻ്റെ മുന്നിൽ അവരുടെ ഒരു പ്രോസസ്സ് കാണാൻ, അല്ല അവർ ഒരു മനുഷ്യനിൽ ഒരു സാധാരണ അവരിൽ നിന്നും ഒരു കഥാപാത്രമായി മാറുമ്പോഴൊരു മാജിക്ക് കാണുക. കാരണം അവർക്കിപ്പോൾ ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുള്ള ഗെയിമായിരിക്കും. ഇൻ എ വേ ദാറ്റ് ദേ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് അവർക്കത് ഭയങ്കര ഈസി അല്ലേ. ബട്ട് സ്റ്റിൽ ഐ എം ലൈക്ക് ദിസ് ചൈൽഡ് ഹൂ ഇസ് വെരി എക്സൈറ്റഡ് ടു വാച്ച് വാട്ട് ഈസ് ഹാപ്പനിങ്. And to be in a frame with them, എത്ര പേർക്ക് പറ്റും? എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്യാറുണ്ട്. ഒരു ദിവസം എനിക്കന്ന് മമ്മൂക്കനെ മതിയായിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, നീ കേൾക്കുന്നോന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഹി ടോൾഡ് മീ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി lot of characters, very less screen time. Will you? I was like, of course. And then അത് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അപ്പം തന്നെ വിത്തിൻ ഹാഫ് ആൻ അവർ ജിതിൻ വന്നു. ജിതിൻ വന്നിട്ട് നറേറ്റ് ചെയ്തിട്ട് I was asked which one I want to do. And then I picked this. പിന്നെ ചെയ്തു. And I was so happy. And such a great production house also, മമ്മൂട്ടി കമ്പനി. ഇപ്പോൾ ജോർജേട്ടനാണെങ്കിലും സുനിലേട്ടനാണെങ്കിലും എനിക്കൊന്ന് ഞാനൊരു 3 ദിവസം അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു 2 ദിവസം ചുമ്മാ ചായ കുടിക്കാനും പോയി. അങ്ങനെയല്ല, മമ്മൂക്കാൻ്റെ സെറ്റിലെ ചായ ഇസ് വെരി ഫേമസ്. ദർ ഇസ് സംതിങ് കോൾഡ് മമ്മൂട്ടി ചായ. അത് എനിക്കൊന്ന് അവിടെ മാത്രം കിട്ടുന്നൊരു പ്രത്യേക ചായയാണ്. അത് കുടിക്കാൻ എന്നുള്ള വ്യാജേന പക്ഷെ മമ്മൂക്കാൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടി ഞാൻ പോയായിരുന്നു. ആൻഡ് it was great, but I feel like they are such nice people. Even the films they are doing, the way they promote a film, ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ മമ്മൂക്കയുടെ ഫിൽമോഗ്രഫിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ക്വാളിറ്റി ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ഓൾസോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. സോ ഐ ഹാഡ് ലൈക്ക് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഫാമിലി അവിടെ വർക്ക് ചെയ്തപ്പം. ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് Kalangaval, the opportunity that I got. But at the end of the day, Anjali, it really doesn't matter. നമ്മൾ 5 മിനിറ്റിനാണോ? കാരണം ഇപ്പം ദർ ഇസ് വൺ ഫിലിം ദാറ്റ് ഐ കീപ് റീവാച്ചിങ്. എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ കൂടുതലും കാണുന്നത് പണ്ട് ഉണ്ടായിരുന്ന സത്യജിത് സാറിൻ്റെയും പ്രിയദർശൻ സാറിൻ്റെ ഒക്കെ ശ്രീനിവാസൻ സാറൊക്കെ ചെയ്തിരുന്ന കോമഡി ഫിലിംസ് ഉണ്ടല്ലോ. നമ്മൾ അത് അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ഹ്യൂമർ ഉള്ള ഫിലിംസ് ആണല്ലോ നമ്മൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ അതിലൊരു സിനിമയാണ് യോധ. അപ്പൊ യോധ എങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഉർവശി ചേച്ചി അത്രയല്ലേ ഉള്ളൂ, barely there അല്ലേ, പക്ഷെ വി സ്റ്റിൽ റിമെമ്പർ. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നല്ല, പക്ഷെ അതാണ് ബെഞ്ച് മാർക്ക്. ലൈക്ക് ഇൻ ദ സെൻസ് ആസ് എൻ ആക്ടർ നമ്മൾ എത്ര സെൽഫ്ലെസ് ആവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നോ അത്രയും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ അടുത്ത് വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സെൽഫ്ലെസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഞാൻ ഫുൾ ടൈം സ്ക്രീനിൽ ഉണ്ടാവണം, എനിക്ക് എന്താ പാട്ടില്ലാത്ത, എന്നെ എന്താ നടുക്ക് വെക്കാത്ത, എൻ്റെ എന്താ ക്ലോസപ്പ് ഇല്ലാത്ത, നത്തിങ് മാറ്റേഴ്സ്. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, നല്ല ഫിൽം മേക്കേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അതിൽ തന്നെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക,
എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സെൽഫ്ലെസ്സിൻ്റെ കാര്യം ഐ ഫീൽ ഇറ്റ് ഇസ് ഐ മൈറ്റ് ബി റോങ് ഓൾസോ ബട്ട് ഐ ഫീൽ ഇറ്റ്സ് വെരി കോമൺ ഇൻ മലയാളം സിനിമ ലോട്ട്. കാരണം ഞാൻ സംസാരിച്ച എല്ലാവരും ദിസ് ഈസ് വാട്ട് ദേ പ്രിഫർ. ചെറിയ റോളാണെങ്കിലും നല്ല റോള്, ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദേ വോണ്ട് ടു ബി ദ ലീഡ് ഓർ ദേ ഷുഡ് ഹാവ് ദിസ് എൻട്രി, അങ്ങനെയൊന്നും അവർക്കില്ല. ബട്ട് ദേ വോണ്ട് ടു ബി റിമെമ്പേർഡ്. ഒരു ചെറിയ റോൾ ഐ ഫൗണ്ട് ഇറ്റ് എ ലോട്ട്. ഇതൊരു ഡു യു ഫീൽ ദിസ് ഇസ് ദ ഓൺലി കേസ് ഇൻ മലയാളത്തിൽ മാത്രമാണല്ലേ? പുറത്ത് മലയാളത്തിൽ കൂടുതലുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അത് നമ്മൾ ആർട്ടിനെ കൺസ്യൂം ചെയ്യുന്ന രീതിയിലാണ്. എനിക്കൊന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടു വളരുന്ന സിനിമകളാണെങ്കിലും ബാക്കിയുള്ള ആർട്ട് ഫോംസ് ആണെങ്കിലും ഈ ആർട്ട് ഫോംസിനെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് മലയാളി സൊസൈറ്റി. അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ലിറ്ററേച്ചറുണ്ട്, വെൽ റെഡ് ആൾക്കാരാണ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒരു ന്യൂവാൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം പിന്നെ നമ്മൾ കാണുന്ന സിനിമകളിലും പണ്ട് തൊട്ടേ ആക്ടേഴ്സ് ഇമ്പാക്റ്റ്ഫുൾ ബട്ട് സ്മോൾ റോൾസിൽ വന്ന് അഭിനയിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് ഇതൊരു പുതിയതായിട്ടൊരു സമ്പ്രദായമായിട്ട് ആരും ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു സമ്പ്രദായമാണ്. ഈ ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിലെ സുരാജേട്ടൻ്റെ സീൻ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ എന്തൊരു ഷിഫ്റ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത്. നമ്മളൊക്കെ സുരാജേട്ടൻ ഇങ്ങനെയോ എന്ന് ബട്ട് ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദ ഫിലിംസ് ഹി ഡിഡ് ആഫ്റ്റർ വേർഡ്സ് അല്ലേ. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഒരു സീൻ മതി ഒരു നടൻ്റെയോ നടിയുടെയോ വേറൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അത്ര മതി നമുക്ക് എന്നുള്ളതാണ്. ഡു യു ഫീൽ യു ഹാവ് ഗോട്ട് ദാറ്റ് സീൻ ഓർ ഇഷ്ടംപോലെ ഉണ്ട്, ബട്ട് ഇഫ് യു ഹാഡ് ടു പിക്ക് വൺ സച്ച് സീൻ ഫ്രം യുവർ ലൈഫ് ഐ വുഡ് സേ ജൂൺ വാസ് ഹ്യൂജ്. ഈ ജൂൺ വാസ് ബിക്കോസ് ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു മൊത്തത്തിൽ. എനിക്ക് തോന്നുന്നു ജൂൺ വാസ് എ പാത്ത് ബ്രേക്കർ ഫോർ മീ ആൻഡ് ഐ ന്യൂ ഇറ്റ്. ആ പദത്തിൻ്റെ കഥ കേട്ട അന്ന് തന്നെ എനിക്ക് അറിയുന്നത് ഞാൻ ചെയ്ത ഇത് ഫുൾ ഓഫ് ഐ സിനിമ നടന്ന ഇതങ്ങനെ ഒരു എത്താൻ വകുപ്പുള്ളൊരു സ്ക്രിപ്റ്റും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറും ആണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ചേഞ്ച് ചെയ്തു ഇൻ എ വേ ദാറ്റ് ബാക്കിയുള്ള ഭാഷകളിലേക്കുള്ള എൻ്റെ ഒരു ഓപ്പണിങ് എല്ലാ ഞാൻ മറ്റ് ഭാഷയിൽ ചെയ്ത എല്ലാ സിനിമയുടെയും ഓപ്പണിങ് എനിക്ക് കിട്ടിയത് ജൂണിൽ നിന്ന്. അപ്പം ജൂൺ ഹാസ് ഡെഫിനറ്റ്ലി പ്ലേഡ് എ ലോട്ട് ഓഫ് ആൻഡ് തമിഴിൽ എ ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ് റെക്കഗ്നൈസ് മീ ത്രൂ ജൂൺ മോർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ തമിഴ് സിനിമസ്. കരിക്കിൻ വെള്ളം മോർ ഓഫ് ജൂൺ ആണ് എനിക്ക് തോന്നുന്നു. അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് പോകുന്നത് രാം സാറിനാണ്. രാം സാർ തന്നെയാണ് ഇത് പലർക്കും, ഇപ്പം സുധാ കുങ്കാര മാമിനാണെങ്കിലും പുഷ്കർ ഗായത്രിക്കാണെങ്കിലും ലൈക്ക് മോസ്റ്റ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഈവൻ ഫോർ മാരി സർ ഓർ പാരഞ്ജിത്ത് ഇവരുടെ അടുത്തൊക്കെ ഈ സിനിമ എത്തിച്ചത് ഫസ്റ്റ് രാം സാറാണ്. അത് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് വാച്ച് ദിസ് എന്ന് പറയണേ. അപ്പം യാ സോ and it's a very relatable film for people across alle. Yes, especially for women എനിക്ക് തോന്നുന്നു ഭയങ്കര and it's a fun film, it's a happy film, it's not a difficult watch. അപ്പോൾ എനിക്ക് തോന്നുന്നു it's in a way June has worked like that. പക്ഷെ ഒരു പെർട്ടിക്കുലർ സീൻ എൻ്റെ തലവരെ മാറ്റി എന്ന് പറയുന്ന ഒരു സീൻ എനിക്കറിയില്ല. അത് കുഡ് ബി എനിക്കൊന്ന് അനുരാഗിരിക്കും വെള്ളത്തിൽ ബ്രേക്കപ്പ് സീൻ. ഐ തിങ്ക് ദാറ്റ് ഇസ് ആൻഡ് അതെൻ്റെ തലവരെ മാറ്റി ഇൻ ദ സെൻസ് അതെൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വര മാറണമെങ്കിൽ വര വേണ്ടേ തുടങ്ങണേ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ആ ബ്രേക്കപ്പ് സീനിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം ഐ ഫീൽ ലൈക്ക് ഓക്കെ 10 വർഷം ആ സീൻ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീൻ അതൊരു സീനിലെ മാജിക്കാണ്. അത് ഇറ്റ് വാസ് ദാറ്റ് ബ്യൂട്ടിഫുള്ളി റിട്ടൺ, ദാറ്റ് ബ്യൂട്ടിഫുള്ളി ഡിറക്റ്റഡ് ആൻഡ് ആസിഫ് വാസ് സച്ച് എ ഗ്രേറ്റ് ആക്ടർ. അപ്പം വാസ്തവന ഈസ് ഓൾസോ സച്ച് എ ഗ്രേറ്റ് ആക്ടർ, ബട്ട് ദാറ്റ് വാസ് സച്ച് എ ഗുഡ് ഗിവ് ആൻഡ് ടേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു മാജിക്കൽ സീനായിരുന്നു. ഓൾസോ ടോക്കിംഗ് അബൌട്ട് ജൂൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫോർ മീ ഹൗ ഐ സോ യു ആസ് എൻ ആക്ടർ ചേഞ്ച്ഡ്. ബിക്കോസ് ഒന്ന് ഇതായിപ്പോയാൽ കാരിക്കേച്ചർ ആവും. അതായത് ഓൾഡർ ലേഡി ട്രൈങ് ടു പ്ലേ ദിസ് 14-year-old 50, അത് മൊത്തം ചളവും. ബട്ട് യു വർ ഏബിൾ ടു ഡ്രോ ദാറ്റ് ലൈൻ വെരി നൈസ്ലി. സോ ഫോർ മീ ദാറ്റ് വാസ് ലൈക്ക് അന്ന് മുതലാണ് ഐ വാസ് ലൈക്ക് ഓക്കെ ഷീ ഈസ് എ ഗ്രേറ്റ് ആക്ടർ, ഐ ഷുഡ് ഫോളോ ഹർ വർക്ക് എന്ന് വന്നത് അതിന് ശേഷമായിരുന്നു. സോ ആൻഡ് ദെൻ ഐ തിങ്ക് ഇറ്റ് ഹാപ്പൻഡ് അക്രോസ് സെവറൽ മൂവീസ് ഓഫ് യോർസ് ഓൾസോ. ബട്ട് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ 3 of those movies which did not get discussed enough. Your underrated movies. Okay. First is Finals. So I know പകുതി കഴിഞ്ഞാൽ യു ആർ ബേസിക്കലി ഡെഡ് ഇൻ ദാറ്റ്, ബട്ട് സ്റ്റിൽ ബ്രെയിൻ ഡെഡ്. ബട്ട് ഒരു പാരലൈസ്ഡ്. ബട്ട് ഇറ്റ് വാസ് ഒരു ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമയായിരുന്നു അത്. സോ ഹൗ ഡു യു ലുക്ക് ബാക്ക് അറ്റ് ദാറ്റ് മൂവി? In a way I have always felt that film released at a very wrong time. There was like a lot of competition and 2019 അതായത് നമ്മൾ പ്രോപ്പർ ഓണത്തിനാണ്. അപ്പം ദർ ലൈക്ക് ബിഗർ ഫിലിംസ് ആൻഡ്
ബട്ട് എന്നാലും സിനിമ കണ്ടവരത് നല്ല സിനിമയാണെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അത് ആക്ച്വലി പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഒരു പേഴ്സണിൽ നിന്നും ബേസ്ഡും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര ഓണസ്റ്റ്ലി അത് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു സിനിമയായിരുന്നു. എനിക്ക് ഞാൻ നാടകം ചെയ്യുന്ന സമയത്ത് അരുണേട്ടൻ്റെ കൂടെ, അതിൻ്റെ സംവിധായകൻ അരുണേട്ടൻ്റെ കൂടെ ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ തിയേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്ലേയുടെ സമയത്താണ് ആദ്യമായിട്ട് അരുണേട്ടൻ ഈ കഥ എൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒരു റാൻഡമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് ഇത് സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി, വൈ ആർ യു നോട്ട് മേക്കിംഗ്, ഇത് എന്താ സിനിമ, സ്ട്രഗിൾ ആണല്ലോ. ട്രൂ. അപ്പം അതാണ് അങ്ങനെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ജൂൺ കഴിഞ്ഞ് ജൂൺ റിലീസായപ്പോഴാണ് അരുണേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യാനൊരു പ്ലാനുണ്ട്, നീ ചെയ്യുന്നോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഐ വാസ്, കാരണം ഇറ്റ് വാസ് അഗൈൻ മൈ പോയിന്റ് ഇസ്, ഞാൻ സെക്കൻഡ് ഹാഫിൽ പാരലൈസ്ഡ് ആണെങ്കിലും ആ കഥാപാത്രത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. ആൻഡ് ഞാൻ പറയട്ടെ, ഏറ്റവും ഡിഫിക്കൾട്ട് പാരലൈസ്ഡ് ആയിട്ട് അഭിനയിക്കാനും അതിലും ഡിഫിക്കൾട്ട് ശവമായിട്ട് അഭിനയിക്കാനും. സത്യം. ശവം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കിടക്കുന്ന ശവം ഒക്കെയാണ്, ശ്വാസം പിടിച്ചിരിക്കും. അല്ലല്ല, ലൈക്ക് നമ്മളിങ്ങനെ മറ്റേ ഈ കോഫിനിലൊക്കെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന ശവമല്ലേ, അത് ഭയങ്കര ഈസിയാണ്, കാരണം ഉറങ്ങിപ്പോവാം. അങ്ങനെ ഉറങ്ങുന്ന ഒരുപാട് പേര് ഇരിക്കും. നമ്മൾ ഡെഡ് ബോഡി സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഉറങ്ങും, അത് കുഴപ്പമില്ല. പക്ഷെ കണ്ണ് തുറന്ന ശവമായിട്ട് അഭിനയിക്കുന്നത് ഭയങ്കര ഡിഫിക്കൾട്ട്. ലവ് വാസ് സോ ഡിഫിക്കൾട്ട് ഫോർ മീ. കാരണം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറ്റില്ല, കണ്ണ് ഫ്ലിക്കർ ചെയ്യാൻ പറ്റില്ല. അത് കൂടാതെ ഇത്രയും ബ്രില്യൻ സംവിധായകരും എൻ്റെ സുഹൃത്തുമായ റഹ്മാന്, സോ ബേസിക്കലി ഇത് ഷൈൻ ചേട്ടൻ്റെ ഹാലൂസിനേഷൻ ആണല്ലോ. അതെ, എക്സാക്ട്ലി. ഇപ്പം ഷൈൻ ചേട്ടൻ ഈ ശവത്തിനെ നോക്കുമ്പം ഒരു പോയിന്റിൽ ഹി ഷുഡ് ഫീൽ ലൈക്ക് ഇവള് നോക്കുമ്പം, ദീപ്തി നോക്കുമ്പം ദീപ്തിയുടെ കണ്ണിൽ പ്രണയം ഫീൽ ചെയ്യണം. ഓക്കെ, പക്ഷെ ശവമാണ്, ശവത്തിന്റെ കണ്ണിൽ പ്രണയം വരണം എന്നോട്. അല്ല, അപ്പം നമ്മൾ ശവത്തിന്റെ കണ്ണിൽ നമ്മൾ എന്ത് ഇമോഷൻ കൊടുത്താലും അത് ജീവനുള്ള ജീവൻ ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ അന്ന് ഞാൻ റഹ്മാൻ്റെ അടുത്ത് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പരിപാടി എനിക്കറിയാമെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് പോലെ. കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം മഞ്ഞുമൽ ബോയ്സ് ചെയ്യാൻ പോയി എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അന്ന് എന്നിട്ട് അത് ഫിഗർ ഔട്ട് ചെയ്യുക വാസ്. And then yes, so my point is coming back to finals, അത് ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. നമ്മൾ മൂവ്മെന്റ് ഉള്ളിൽ അഭിനയിക്കാനുള്ള കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് യെസ്, ഫൈനൽസ് വാസ് എ ബ്യൂട്ടിഫുൾ ഫിലിം ആൻഡ് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ റെക്കഗ്നീഷനും കുറച്ചും കൂടെ വ്യൂവർഷിപ്പും ആ സിനിമ ഡിസേർവ് ചെയ്തിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണത്. രണ്ടാമത്തേത് വാസ് ലവ്, ബട്ട് യു ആൾറെഡി സ്പോക്ക് അബൌട്ട് ഇറ്റ്. ബട്ട് അഗൈൻ ലെറ്റ്സ് റീവിസിറ്റ് എ ലിറ്റിൽ ബിറ്റ്. ലൈക്ക് എനിക്കൊന്ന് കോവിഡിന്റെ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ. നമ്മളാണ് ആദ്യം ഷൂട്ട് തുടങ്ങുന്നത്. വി സ്റ്റാർട്ടഡ് വിത്ത് 20-25 പീപ്പിൾ. ആ സമയത്ത് കോവിഡായി വീട്ടിലിരുന്ന് പ്രാന്തായിരിക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു ഷോർട്ട് ഫിലിം പിടിച്ചാലോ എന്നുള്ള ഐഡിയയിലാണ് ഇവർ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടെ ആഷിക വന്നു. അങ്ങനെ എന്നാൽ ഷോർട്ട് ഫിലിം പിടിക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്കൊരു ഫീച്ചർ ഫിലിം ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫ്ലാറ്റിനകത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. 22 ഡേയ്സിൽ വിത്ത് 25 പീപ്പിൾ ഇൻസൈഡ് എ ഫ്ലാറ്റ് വി ഫിനിഷ് ദ ഫിലിം. ആ സമയത്ത് ഞാനും ഹെയർ ഡ്രസ്സറായ സീമ ചേച്ചിയും നമ്മൾ മാത്രം വന്നിട്ട് പോവും. ബോയ്സ് എല്ലാവരും ആ ഫ്ലാറ്റിൽ തന്നെ, അതിൻ്റെ താഴെ നിസാം ബഷീർ താമസിക്കുന്നു. അവരുടെ ഫ്ലാറ്റ് ആണോ? അവരുടെ ഫ്ലാറ്റ്. അപ്പോൾ അതിലൊരു ഫ്ലാറ്റ് റെന്റിന് എടുത്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യണം. ബാക്കി അത്ര പേർക്ക് പോകാനും വരാനും ഒക്കെ റെസ്ട്രിക്ഷൻ ആണ്. ഞാൻ ചേച്ചി മാത്രമാണ് മറ്റേങ്ങനെ പോയി വരുന്നത്. നമ്മളാണ് ലക്ഷറി, പോയി വരാനുള്ള ലക്ഷറി ഉള്ള ആൾക്കാർ. ബട്ട് വാട്ട് എ പ്രോസസ് ദാറ്റ് വാസ്. സിനിമ എങ്ങനെ ഇനി ചെയ്യും, എന്ത് ചെയ്യും, ജീവിതത്തിൽ 4 ആളെ കാണണ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റും. വെറും ഒരു ഫ്ലാറ്റിന് ഒരു 2 BHKയുടെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പകുതി എത്ര നേരം നമ്മൾ ആ വാഷ്റൂമിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യണേ. അപ്പം ജിംഷിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കാണ്. ജിംഷിയുടെ അടുത്ത് ഞാൻ പറയും, ബിക്കോസ് ഒരു DOP ഇത്രയും റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പ്രാന്തായി. ഇപ്പം കിളി പാറി ജിംഷിയും നടന്നു പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എങ്ങനെ പുതിയൊരു ഫ്രെയിം വെക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ അത്രയും പുഷ് ചെയ്യുമ്പം നമുക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ ഓപ്പൺ അപ്പ് ആവും. നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ അത്രയും പുഷ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇപ്പം ഒരാളൊരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി, എന്തെങ്കിലും സ്റ്റക്കായിപ്പോയി, നമുക്ക് ഇതുവരെ ചിന്തിക്കാത്ത ഐഡിയാസൊക്കെ ടു സർവൈവ് നമുക്ക് വരുമല്ലോ. അതുപോലെ തന്നെ വെൻ യു പുട്ട് പീപ്പിൾ അണ്ടർ സോ മെനി സച്ച് എ ഡിഫിക്കൾട്ട് പ്രഷറൈസ് സിറ്റുവേഷൻ, ബെറ്റർ തിങ്സ് വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ വന്ന ജിംഷിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കാണ്
ലവ്. ആൻഡ് കഴിഞ്ഞ ദിവസം കൃഷാന്ത് ഇസ് ദ വൺ ഹു സെഡ് എൻ്റെ ഫിൽമോഗ്രഫിയിൽ കൃഷാന്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ലവ് ആണ്. Interesting. For me, it'll always be June, then everything else. Okay. Next one was Standup. As a woman, it was very difficult to watch. Like, oh my god, a starting scene ഒക്കെ തന്നെ you going through the trauma and processing it. അത് നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ആവുന്ന ഒരു മൂവി ആയിരുന്നു. സോ ഹൗ വാസ് ഡൂയിങ് ദാറ്റ്? ബിക്കോസ് ഇറ്റ് വാസ് എ വെരി ചലഞ്ചിങ് റോൾ ആസ് വെൽ. ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു. നോട്ട് ദാറ്റ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ഓണസ്റ്റി ലാക്ക് ചെയ്യുന്നുണ്ടെന്നല്ല, പക്ഷേ ഇതിലെ ക്യാരക്ടർ, ദിയയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിമേറ്റ് പാർട്ട്ണർ റേപ്പ് വിക്ടിം / സർവൈവറാണ്. /സർവൈവർ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ വിക്ടിം, ദെൻ ഷീ ബിക്കംസ് സർവൈവർ. ദാറ്റ്സ് ബിക്കോസ് ദ ഫിലിം ഇസ് അബൌട്ട് ദാറ്റ് ജേർണി അല്ലേ. അപ്പം ഈ കഥ എൻ്റെ അടുത്ത് വിധു ചേച്ചി വന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഭയങ്കര ഓണസ്റ്റായിട്ട്, ഒട്ടും വോയറിസ്റ്റിക് അല്ലാതെ ഇത് ഈ ആ ഒരാളുടെ ശരിക്കുള്ള പെയിൻ നമ്മൾ കാണിക്കും എന്നുള്ളത്. പൊതുവേ കാരണം ലോട്ട് ഓഫ് ഫിൽംസ് വെർ റേപ്പ് സീൻസ് ആർ ക്രിയേറ്റഡ്, വി നെവർ ഗെറ്റ് ടു സീ വാട്ട് ഹാപ്പൻസ് ടു ദ പേഴ്സൺ. എക്സാക്ട്ലി. അവരുടെ കാരണം നമ്മൾ ആ റേപ്പിൻ്റെ ഹൊറിഫിക് സിറ്റുവേഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പോസ്റ്റ് ട്രോമാറ്റിക് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഒരു സിനിമയാണ്. ആൻഡ് വെൻ ഇറ്റ് ഹാപ്പൻസ് ഫ്രം എ പേഴ്സൺ ഹൂം യു ട്രസ്റ്റ് ദ മോസ്റ്റ്, നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ അടുത്ത് അത് ചെയ്യുമ്പം അതൊരു പവർ പ്ലേ ആണ്. അവിടെ റേപ്പ് ഒരു ലസ്റ്റോ അങ്ങനെ ഒരു അതല്ലല്ലോ, സ്റ്റാൻഡപ്പിൽ അങ്ങനെയല്ല. അപ്പം അതും അതിനുശേഷം നടക്കുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സും അതിലുള്ള ഹൊറിഫിക് സിറ്റുവേഷൻസും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സിനിമ ആയതുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതിൽ നിമിഷയുടെ ക്യാരക്ടർ എസ്പെഷ്യലി വെൻ യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ യുവർ ബ്രദർ ആൻഡ് യുവർ ഫ്രണ്ട് വെർ യുവർ ബ്രദർ ഹാസ് ഡൺ ഇറ്റ്, അത് ആ ഒരു ഡിലേമയും. അപ്പം അതെ, പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. But I remember watching it, I needed some time to process after that. കാരണം ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. എൻ്റെ അമ്മ കുറേ കരഞ്ഞായിരുന്നു. കാരണം അമ്മ couldn't take, സോ ഐ വാസ് ലൈക്ക് ഒരു സിനിമയിൽ, അതും ഞാൻ അഭിനയിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ സിനിമ, എൻ്റെ അഭിനയം കണ്ടിട്ടല്ലോ, ആ സിനിമ കാണുമ്പം ഇഫ് ഇറ്റ്സ് ബ്രിങ്ങിങ് ദാറ്റ് ഇൻസൈഡ് യു, ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഫിലിം, ഇറ്റ്സ് ഡൺ ദ ജോബ്. അതെ, കുറച്ചും കൂടെ ആൾക്കാർ കണ്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. സോ ഇൻ ദി ബിഗിനിങ് സ്റ്റേജസ് ഓഫ് യുവർ കരിയർ എപ്പോഴേലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതായത് സിനിമ വരുന്നില്ല അല്ലെങ്കിൽ കോൾ വരുന്നില്ല, ആൻഡ് ബിക്കോസ് യു ആർ ന്യൂ ആൻഡ് യു ആർ ലേണിംഗ് ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ, ആ ഒരു പേഷ്യൻസ് ഒക്കെ പഠിച്ച് വരികയാണ്, ആൻഡ് ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ, ഡിഡ് ഇറ്റ് ഫ്രീക്ക് യു ഔട്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇൻ ഏർലി ഡേയ്സ് ഓഫ് യുവർ കരിയർ? അല്ല, അത് എപ്പോഴും വരും. ഓക്കെ, ഇപ്പോഴും ഉണ്ട്. അതെ, ഞാൻ പറയട്ടെ, ഈ സിനിമ ഉണ്ടാവുമോ എന്നുള്ളതിനേക്കാൾ ഉപരി വർക്ക് ഉണ്ടാവുമോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ലൈക്ക് അതെല്ലാ മനുഷ്യർക്കും ഉള്ളൊരു, ഇത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്, ഇത് നമ്മൾ ജീവിതം പോകുന്നതിലാണ്, ആ ഫിയർ എല്ലാവർക്കും ഉണ്ടാവില്ലേ. പക്ഷേ ഇത് എഗെയിൻ ഞാൻ പറയുന്നത് പാഷനും കൂടി ആകുമ്പോഴത്തേക്ക് ഈ ഫിയർ എക്സ്ട്രാ ആണ്, ബിക്കോസ് യു ഡോണ്ട് വോണ്ട് ടു ഡു എനിത്തിങ് എൽസ്. റൈറ്റ്. ഇപ്പോൾ എനിക്ക് എന്ന് വെച്ചിട്ട് എനിക്ക് വേറെ ജോലി ചെയ്യാൻ പോകാൻ അറിയില്ലെന്നോ, അല്ലെങ്കിൽ എനിക്ക് ശാരീരികമായി വേറെ പണിയെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റും, ഇതൊന്നും ഇല്ലെങ്കിലും നാളെ സർവൈവ് ചെയ്യാൻ വേറൊരു മോഡിലോട്ട് നമ്മൾ ബോഡി. പക്ഷേ ഇതറിഞ്ഞു ഇൻ ദ സെൻസ്, എൻ്റെ പാഷൻ തന്നെയാണ് എൻ്റെ സിനിമ, ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ഇത് ഞാൻ ഇല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. കാരണം ഹാഫ് ഓഫ് ദ പീപ്പിൾ ഐ നോ ആർ സ്റ്റിൽ ഫിഗറിങ് ഔട്ട് വാട്ട് ദേ വാണ്ട് ഇൻ ലൈഫ്. എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരിക എന്ന് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അവിടെ എനിക്കിത് നേരത്തെ മനസ്സിലായി, എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത് അത് ജെന്യുവൻ ഫിയർ തന്നെയാണ്. ആ ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് സിനിമ ചെയ്ത് നല്ല സിനിമകൾ ചെയ്യുമ്പോൾ മാത്രമേ ആ ഫിയർ ഓവർകം ആവത്തുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് റൈറ്റിംഗ് എസ്പെഷ്യലി ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് എ ജെന്യുവൻ ഫിയർ. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബാക്ക് ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ലോക ഗോട്ട് മെയ്ഡ്. ഇറ്റ്സ് സോ ഹാപ്പി. കാരണം ലോക സംഭവിക്കുന്ന ഒരുപാട് നാൾ മുന്നേ നിമിഷ് നമ്മളുടെ ഫ്ലാറ്റിൽ വന്ന സമയത്ത് നിമിഷ് ഇതിൻ്റെ ഐഡിയ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിമിഷും ഡൊമിനിക്കും കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിപാടി. അന്ന് പറഞ്ഞപ്പോഴേ ഐ വാസ് സോ എക്സൈറ്റഡ് ദറ്റ് ഇതിങ്ങനെ അടിപൊളി നടക്കട്ടെ. ആൻഡ് ദെൻ വെൻ ഐ സോ ദ ഫൈനൽ പ്രോഡക്റ്റ് ഐ വാസ് സോ ഹാപ്പി. കാരണം
എനിക്ക് തോന്നുന്നു പണ്ട് ഏതോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ. ബിക്കോസ് വൈ നോട്ട് റൈറ്റ്? ആൻഡ് ലുക്ക് അറ്റ് വാട്ട് മാജിക് ഇറ്റ് ഡിഡ്. അങ്ങനത്തെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരുമ്പം നമുക്കും ഭയങ്കര ഒരു, അതായത് ഞാൻ സിനിമയുടെ യാതൊരു ഭാഗവുമല്ല, ഒരു ഓഡിയൻസ് എന്നല്ലാത്ത രീതിയിൽ ഞാൻ ഭാഗമേ അല്ല സിനിമയുടെ. അതിൽ വർക്ക് ചെയ്ത ഒരുപാട് പേര് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്, ഇൻക്ലൂഡിങ് കല്യാണി, ശാന്തി, എവറിബഡി. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം പാർട്ട് ഓഫ് ദ, ബട്ട് അതിൻ്റെ സക്സസ് വാസ് വെരി പേഴ്സണൽ ഫോർ മീ. ദാറ്റ് ഇങ്ങനെ ഒരു സിനിമ വർക്കായി. അപ്പോൾ വാട്ട് ഇറ്റ് ഡസ് ഇസ് ഇറ്റ് പേസ് വേ ഫോർ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ വർക്കായെങ്കിൽ എന്നാൽ പിന്നെ ഇങ്ങനത്തെ ക്യാരക്ടറും ചിലപ്പം വർക്കായി കൂടായെങ്കിൽ ഇല്ല എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ സംഭവിക്കും, കഥാപാത്രങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ സൈക്കിൾ വിൽ കീപ് റിപ്പീറ്റിംഗ്. ആൻഡ് യു മേഡ് പീസ് വിത്ത് ഇറ്റ് ഓർ എങ്ങനെയാണ്? ലൈക്ക് യു മേഡ് പീസ്, ഇങ്ങനെയാണ് ഈ പ്രോസസ്സ്, ഇങ്ങനെയാണ്, അപ്പോൾ ആ ഒരു കുറച്ച് ഷോർട്ട് പീരീഡ് ജസ്റ്റ് പുട്ട് ത്രൂ ഇറ്റ്, അങ്ങനെയാണ് ഒരു മെന്റാലിറ്റി? ഡെസ്പറേറ്റ് ആവാൻ പറ്റില്ല. ഡെസ്പറേറ്റ് ആയ ബാഡ് ചോയ്സസ് വരും. ഓക്കെ, നമുക്ക് എനിക്ക് ആ ഡെസ്പറേഷൻ വരുന്ന എപ്പോഴാണെന്നറിയോ? നമുക്ക് അൺറിയലിസ്റ്റിക് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴാണ്. എനിക്ക് ഒരു 10,000 EMIയും ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളും വെച്ച് ഞാൻ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തത്ര സാധനങ്ങൾ എനിക്ക് നേടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനത് ചെയ്യുമ്പം എൻ്റെ മേലെ പ്രഷറാണ്. ബിക്കോസ് മണി വേണം ഇതിനൊക്കെ, റൈറ്റ്? എനിക്ക് അങ്ങനത്തെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എനിക്ക് ഇത്രയൊക്കെ മതി. കാരണം എനിക്ക് ആ ഭാരം എൻ്റെ സിനിമ ചോയ്സസിലോട്ട് കൺവേർട്ട് ആവണ്ട എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാനിപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിൽ ഞാൻ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് ആ ബേർഡൻ ഇല്ല. എൻ്റെ ബേർഡൻ ഇസ് ടു കീപ് മേക്കിംഗ് ഗുഡ് ഫിലിംസ്, ടു കീപ് ഗെറ്റിംഗ് ഗുഡ് ക്യാരക്ടേഴ്സ്. ആ സാധനമാണ്. ആൻഡ് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അതെൻ്റെ നമ്പർ ഓഫ് ഫിലിംസ് ഞാൻ വെറുതെ 20 വർഷവും ഉണ്ട്. എനിക്ക് അത് ഓക്കെ. എനിക്ക് കഴിഞ്ഞ വെച്ചാൽ 2 സിനിമകൾ മാത്രമുണ്ട് അല്ലെ, കളങ്കാവൽ ആൻഡ് ബൈസൺ മാത്രം. ഇനിയും 2 സിനിമകൾ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു, 2026 മസ്തിഷ്കമരണം ആൻഡ് ദെൻ ബാച്ചിലർ പാർട്ടി 2. സോ ഹാസ് യുവർ ഡെഫിനിഷൻ ഓഫ് സക്സസ് ചേഞ്ച്ഡ് ആഫ്റ്റർ യുവർ ഡെബ്യൂ? കാരണം അതിനുശേഷം കുറച്ച് ഡൗൺ, ദെൻ ജൂൺ അഗൈൻ മേഡ് ഇറ്റ് എ ഹ്യൂജ്, യു ഹാഡ് എ ഹ്യൂജ് കം ബാക്ക് ആൻഡ് എവറിത്തിങ്. സോ how do you see success and എന്താണ് ഇപ്പോൾ ഒരു ഡെഫിനിഷൻ ഓഫ് സക്സസ് ആസ് എൻ ആക്ടർ ഫോർ യു? ഭയങ്കര പെരിഫറലായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ് സക്സസ്. ബിക്കോസ് സക്സസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഓരോരോ പോയിന്റ് ഓഫ് ടൈമിൽ ഓരോന്നായിരിക്കും. ആദ്യത്തെ സിനിമ ചെയ്യുന്ന ആൾക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ ആ സിനിമ വർക്കാവുക, കഥാപാത്രം ആൾക്കാർ സ്വീകരിക്കുക, അതിന് ആൾക്കാർ അത് മതി, അത്ര മതി സക്സസ്. പിന്നീട് വരുംതോറും നമ്മൾ ചെയ്യുന്ന സിനിമകൾ വർക്കാവണം എന്നുള്ള സക്സസ്. നമ്മളൊരു സ്വന്തം ഷോൾഡറിലൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ ഷോൾഡർ ചെയ്യുമ്പം ആ ബിസിനസ്സിൽ പ്രൊഡ്യൂസർക്ക് മുടക്കിയ കാശിനേക്കാൾ കൂടുതൽ കിട്ടണം എന്നുള്ള ആഗ്രഹമാവാം സക്സസ്. സോ ടു ഈച്ച് പേഴ്സൺ അറ്റ് ഈച്ച് ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ടൈം ഇൻ ദർ ലൈഫ് സക്സസ് ഇസ് ഗോയിങ് ടു ബി എ ഡിഫറെൻറ്റ് ഡെഫിനിഷൻ എന്നുള്ളതാണ്. അപ്പം അൾട്ടിമേറ്റ്ലി നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ചോയ്സസിൽ ഹാപ്പിയാണ്, എനിക്ക് റിഗ്രറ്റ്സ് ഇല്ലേ. അതായത് ഇന്നിപ്പം അതാണ് എൻ്റെ സക്സസ്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആണോ, അതാണ് എൻ്റെ സക്സസ്. അത്രയിലേ എനിക്ക് ഡിഫൈൻ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോട്ട് മണി, നോട്ട് ഫെയിം, നത്തിങ്, ജസ്റ്റ് choices. That's actually pretty, I think everyone should have that as a the benchmark for success. കാരണം നമ്മൾ കാശും ഫെയിമും ഒക്കെ ആണല്ലോ ആൾക്കാർ ഒരു സക്സസ് കാണുന്നത്. അത് വേണ്ടെന്നും അല്ല പറയണത്, അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളെ ജഡ്ജ് ചെയ്യുമല്ല ഞാൻ. അതന്നെ പറയാം, ഓരോരുത്തർക്കും അത് ഭയങ്കര വ്യത്യസ്തമായിരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇത് ഇത്രയാണ്. ഞാനിപ്പം ഹാപ്പിയാണോ ഈ ചോയ്സസിൽ? ഓക്കെ. എനിക്ക് ആകെ ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു ഷൂട്ട് നിന്നു പോലേ, ലൈക്ക് അതിൻ്റെ ഇടയിൽ വെച്ചോ ഇനി അവരൊന്ന് റീഷൂട്ട് ചെയ്യണമല്ലോ, അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഒരു സിനിമയ്ക്ക് ഷൂട്ടൊക്കെ ചെയ്ത് ഡബ്ബൊക്കെ തീർത്ത് അങ്ങ് പോവുകയാണെങ്കിലൊക്കെ നമ്മൾ മരണത്തെ ഒരുപാട് പേടിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര എന്താ പറയുക ഡെത്തിനെ ഭയങ്കര ഒരു നെഗറ്റീവ് സാധനമായിട്ട് കാണണ്ടെന്നാ ഞാൻ പറയുന്നത്. കാരണം ഇന്നെവിറ്റബിൾ ആണ്, ചുറ്റും സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ ഇത്. ഞാൻ പ്രേതത്തിന്റെ കാര്യം പറയുന്ന പോലെയോ ഒരു ക്രൈമിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെയോ മരണത്തെ കാണണ്ട. മരണം വരും, ഇന്ന് വരാം, നാളെ വരാം, 10 വർഷം കഴിഞ്ഞിട്ട് വരാം, 50 വർഷം കഴിഞ്ഞിട്ട് വരാം, പക്ഷെ ഇത് വരും. അപ്പോൾ എനിക്കറിയാലോ ഇത് വരും. അപ്പോൾ ഐ ഹാവ് മെയ്ഡ് പീസ് വിത്ത് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വിൽ കം. സോ വാട്ട് ഷുഡ് ഐ ഡു ബൈ ദ ടൈം ഇറ്റ് കംസ്? കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ.
എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്നെ ഒരാൾ കൊല്ലാൻ പോകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ വന്നോ കൊന്നോ ഞാനിപ്പം മറ്റേ ഭയങ്കര അതല്ല ഞാൻ പറയണത്. അഫ്കോഴ്സ് ഐ വിൽ ബി സ്കേർഡ്. ഐ മീൻ നമ്മൾ ഫിസിക്കലി റിഫ്ലെക്സസ് വരെ ഭയങ്കര സ്കേർഡ് ആയിരിക്കും. ഐ വിൽ ഫൈറ്റ് ഫോർ മൈ ലൈഫ്. അതൊന്നും അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ എന്നാ രജിഷേനെ കൊല്ലാൻ പോകുമ്പോഴത്തെ രജിഷ വന്നോ കൊന്നോ എനിക്കറിയായിരുന്നല്ലോ താൻ വരും എന്നെ കൊല്ലും യവരാജ് വന്നു ആ സാധനമല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ മരണത്തെ ഒരുപാട് പേടിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ലൈക്ക് എനിക്കിനി എന്തായാലും ഞാൻ 50 കൊല്ലം കഴിഞ്ഞേ മരിക്കും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ 50 കൊല്ലത്തിൻ്റെ പ്രിപ്പറേഷനും ചെയ്യും. നീ ചെയ്യേണ്ട അത്രയും പ്രിപ്പറേഷൻ. എൻ്റെ ഗോൾസൊക്കെ ഭയങ്കര ഇമീഡിയറ്റ് ഗോൾസാണ്. അതാകുമ്പോൾ അത് കുറച്ചും കൂടി ഫുൾഫിൽ ചെയ്യാൻ ഈസിയും ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും. കാരണം 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഗോൾ എന്താണെന്ന് എനിക്ക് ഇപ്പോഴേ ഞാൻ എന്തിനാണ് ഡിസൈഡ് ചെയ്യുന്നത്? അന്ന് ഞാൻ വേറൊരു വ്യക്തിയാവാം. കാരണം അല്ല അത് അതിനുവേണ്ടി പറയല്ല അഞ്ജലി. ബേസിക്കലി ഞാൻ അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. എസ്പെഷ്യലി കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പം പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും പല സ്ഥലത്തുള്ള പുസ്തകങ്ങളും സിനിമകളും കാണുമ്പോഴൊക്കെ എൻ്റെ ചിന്താഗതികൾ മാറുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട്. ഞാൻ പണ്ട് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതത്ര ശരിയല്ലായിരിക്കാം, തെറ്റാണെന്ന് വിശ്വസിച്ച ഒരുപാട് കാര്യങ്ങൾ അതത്ര തെറ്റല്ലായിരിക്കാം എന്നുള്ളൊരു ഒരു അത് നമ്മുടെ മൈൻഡ് ബ്രോഡ് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം ആ യാത്രകളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ യാത്രകളിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. അത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് സക്സസ്ഫുൾ ആണെങ്കിൽ അതും ശാശ്വതമല്ല, ഇന്ന് ഫെയിലിയർ ആണെങ്കിൽ അതും ശാശ്വതമല്ല. ഐ എം റിയലി നോട്ട്. ഐ മീൻ ഇറ്റ്സ് നോട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇത് വരുമ്പോൾ വിഷമിക്കില്ലെന്നോ സന്തോഷിക്കില്ലെന്നോ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതെന്തായാലും വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് നേരത്തെ അറിയെങ്കിൽ ഇതൊരു ഷോക്കായിരിക്കില്ല. ഞാൻ ഡാമേജ് കൺട്രോളിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ എന്നെ സമാധാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എനിക്കിതൊരു ഷോക്കും കൂടി അല്ലല്ലോ. ഓക്കെ, കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ലൈഫ് കുറച്ചും കൂടി ഈസിയറാണ്. മെൻ്റൽ ഹെൽത്ത് കുറച്ചും കൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം മരണത്തെക്കുറിച്ച് അങ്ങനെ നമ്മൾ കാണുമ്പം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വേഴ്സ് അല്ല, ആക്ച്വലി ബെറ്റർ ആവുന്നത്. ഞാൻ ചിന്തിച്ചിട്ടില്ല, ബട്ട് ബിക്കോസ് യു സെഡ് സോ മച്ച് നൗ ഐ എം തിങ്കിങ് ലൈക്ക് മേ ബി ഐ ഷുഡ് റിവേഴ്സ് ആൻഡ് ലുക്ക് ബാക്ക് ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ ആൻഡ് ട്രൈ ടു ദിസ് ഇസ് നോട്ട് കമ്മിങ് ജസ്റ്റ് ഞാനിത് തത്വചിന്തകയായി ഇവിടുന്ന് ഞാൻ ഇറങ്ങി അതല്ല. ഇത് ഞാൻ പലയിടത്തും വായിച്ചതും പല ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പം എനിക്ക് കിട്ടുന്ന ഗുണപാഠങ്ങളും കാഴ്ചപ്പാടുകൾ മാറ്റങ്ങളുമാണത്. അങ്ങനെ സോ ഐ തിങ്ക് ദ എക്സ്പോഷർ റിയലി ഹെൽപ്ഡ് യു അല്ലേ ടു ബിൽഡ് ഔട്ട് യുവർ. അതെ, ഞാൻ ഈവൻ സിനിമയ്ക്കുള്ളിൽ തന്നെ ഞാൻ സഞ്ചരിക്കുമ്പോൾ, അതായത് ഞാൻ ഇപ്പോൾ ചെന്നൈ പോകുമ്പോൾ ബോംബെ പോകുമ്പോൾ ഇപ്പോൾ സുദീപ് മിശ്ര എന്ന് പറയുന്ന ഒരു സംവിധായകനെ ഞാൻ കാണും. അതല്ലെങ്കിൽ ഞാൻ പറയുന്ന മൾട്ടിപ്പിൾ ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ഓർ പീപ്പിൾ ഐ മീറ്റ് ഹു ഹാവ് എ ലോട്ട് ഓഫ് വിസ്ഡം. വെൻ ഐ ടോക്ക് ടു ദം ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഓ മൈ ഗോഡ്, ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കാൻ, എനിക്ക് എന്താ ഇതിങ്ങനെ കാണാൻ പറ്റാത്ത. അപ്പം എന്ന് വെച്ചാൽ ഞാനൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത പേഴ്സൺ ആവുകയല്ല അവിടെ. എൻ്റെ ഐഡൻറ്റിറ്റി മാറുക എന്നല്ല, എൻ്റെ ഐഡൻറ്റിറ്റി വികസിക്കുകയാണ് എന്നുള്ളതാണ്. ആ വികസനത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നെ കൊടുക്കണ്ടേ. ഞാൻ ഇത് തന്നെയെന്ന് പിടിച്ചുകൊണ്ടിരുന്നാൽ എനിക്കൊരിക്കലും വളരാൻ പറ്റില്ല. ഇപ്പം ഞാൻ എറണാകുളത്തേ ഞാൻ ജീവിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും എറണാകുളത്തിൻ്റെ പുറത്തെന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഒരു ആക്ടർ ഒരു കഥാപാത്രത്തിനോട് ഭയങ്കര എപ്പോഴും ക്ലോസ് ആയിരിക്കും. എവറി ക്യാരക്ടർ ദാറ്റ് യു ഹാവ് ഡൺ ഭയങ്കര ക്ലോസ് തന്നെ ആയിരിക്കും. So have you ever thought ഈ ക്യാരക്ടേഴ്സ് ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുക? If you could imagine a fictional world, for example, ഇപ്പോൾ I've never thought, but I'm very interested to think. ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. For example, very good question. Such a great question, അഞ്ജലി. ഇതെല്ലാവരോടും ചോദിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ഒരു പാറ്റേൺ ആക്കണം, ഒരു സെഗ്മെന്റ് പോലെ. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എലി എന്തായിരിക്കും ഇപ്പോൾ ചെയ്യുക? അനുരാഗ കരിക്കിൻ വെള്ളത്തിൽ എലിസബത്ത് ഇപ്പോൾ എന്തായിരിക്കും ചെയ്യുക? എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ക്രിയേറ്ററിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ. ഇതാ സംവിധായകനും ആ എഴുത്തുകാരൻ്റെയും പ്രോഡക്റ്റാണ്. ഞാനത് റിയൽ ലൈഫ് റീൽ സ്ക്രീനിലോട്ട് കൊണ്ടുവരാൻ യൂസ് ചെയ്യപ്പെട്ടൊരു ടൂൾ. എൻ്റെ മുഖവും എൻ്റെ ശരീരം ഇതിനുവേണ്ടി യൂസ് ചെയ്യപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി ഇത് അവരുടെ കഥ. പക്ഷേ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ചിന്തിക്കാമല്ലോ എന്നുള്ളതുകൊണ്ട് വേണം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു എലി സോണിയുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവാം. ആൻഡ് ഷീ മൈറ്റ് ഹാവ് ഹാഡ് കിഡ്സ് ബൈ നൗ. ആൻഡ് എനിക്കൊന്ന് അവരൊരു നല്ല ഫൺ ഫാമിലി. ആൻഡ് എനിക്കൊന്ന് സോണീനെ ഒരുപാട് രീതിയിൽ എലി മാറ്റി കുറച്ചും കൂടെ ഫണ്ണൊക്കെ ആക്കി
പ്രോബ്ലി സോണീനെ ഒരു പാർട്ടിക്കൊക്കെ കൊണ്ടുപോയി, അതേ സമയത്ത് സോണിയുടെ കൂടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച്. എനിക്കൊന്ന് ആ ഒരു ഇക്ലിബ്രിയം അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, രണ്ടുപേർക്കും കൂടെ വർക്ക് ആവുന്നത്. കാരണം രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അത്. ആൻഡ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് അബി വിൽ സ്റ്റിൽ ബി ഹർ ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് ഫ്രണ്ട്. ആൻഡ് അബി കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ കല്യാണത്തിന് സോണിയുടെ കൂടെ എലി പോയി കാണും. എനിക്കൊന്ന് അങ്ങനെയുള്ളൊരു, അതായത് എക്സിൻ്റെ കല്യാണത്തിന് പോയി ബിരിയാണി കൂടി കഴിച്ചു എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്കൊന്ന് ഇവർക്ക് എല്ലാവർക്കും കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഹെൽത്തി വിത്ത് എ ഡിസ്റ്റൻസ് ഓഫ് കോഴ്സ്, ബട്ട് അങ്ങനെയുള്ളൊരു സംഭവം. ജൂൺ ഇപ്പം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ജൂൺ എന്തായിരിക്കും ചെയ്യും? ജൂൺ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തി കല്യാണങ്ങളൊക്കെ നടത്തി പ്രാന്ത് പിടിച്ച് എനിക്കൊന്ന് വിദേശത്ത് പോകാൻ ചാൻസ് ഉണ്ടാവും. I don't know, I see her someone who would maybe migrate there and there establish ഒരു business. I don't know, I might be wrong. ഹെലികോപ്റ്ററിൽ പോകണം എന്നൊക്കെ ആഗ്രഹം അങ്ങനെയുള്ള ഒരാളായത് കൊണ്ട് പ്രോബബ്ലി. I also feel like she's very connected to her dad. അപ്പം അങ്ങനെ ഒന്നുമില്ല, പനാമ ജോയിനിങ് കൂട്ടി ഇടയ്ക്ക് അവിടെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ടാവും. ഇവിടെ എനിക്ക് പക്ഷേ എൻ്റെ മനസ്സ് പറയണു, ജൂൺ എറണാകുളത്ത് നല്ലൊരു കേരളത്തിൽ ഒരു കിടിലൻ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയൊക്കെ നടത്തി ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോയി ആ ഒരു ലൈക്ക് ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഓൾസോ അറ്റ് ദ സെയിം ടൈം വെരി കണക്റ്റഡ് ടു ഹർ ഫാമിലി ആൻഡ് ഹർ റൂട്ട്സ്. അങ്ങനെ ആൻഡ് സ്റ്റിൽ അഗെയിൻ ഫ്രണ്ട്സ് വിത്ത് ഹെർ എക്സസ്. ആൻഡ് എനിക്കൊന്ന് എല്ലാ വർഷവും റീയൂണിയൻ പ്ലാൻ ചെയ്തിട്ട് പല വർഷവും നടക്കാത്തതിൻ്റെ ഡിസപ്പോയിൻമെൻറ്റിലിരുന്ന് അതിന് തെറി വിളിച്ച് ആ റീയൂണിയന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് ബാക്കി കിട്ടിയ ലുക്കിലോടൊക്കെ വെച്ച് ഒരു റീയൂണിയനൊക്കെ നടത്തുന്ന ഒരാളാവാം. Now most interestingly നമ്മുടെ മീര ഫ്രം മധുര മനോഹര മോഹം, because it is such a shady but very interesting character. What would you think? ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ടോ ഹസ്ബൻഡ് മോസ്റ്റ്ലി? മീര അത് നന്നായിട്ടുണ്ടാവും. എനിക്കൊന്ന് മീര ചീറ്റ് ചെയ്യുന്നതിനേക്കാളും മിക്കവാറും അങ്ങേര് ചെയ്തു കാണും. ലൈക്ക് എ കർമ്മ കൈൻഡ് ഓഫ് in a way that I feel like സജി ചേട്ടൻ്റെ ക്യാരക്ടർ there is a possibility that അദ്ദേഹത്തിൻ്റെ വേറൊരു ആംഗിൾ ചിലപ്പം ചിലപ്പോൾ മീര ഡിസ്കവർ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ മീര ബിക്കോസ് ഷീസ് മാരീഡ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് ഷീ സ്റ്റിൽ സ്റ്റേയിങ് ഇൻ ഇറ്റ് ആൻഡ് തിങ്കിങ് കി ആ ഒരു പരിപാടി ആവാനാണ് സാധ്യത കൂടുതൽ. അതൊരു നല്ല ട്വിസ്റ്റ് ആയിരിക്കും തോന്നുന്നു. പുള്ളിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് എനിക്കൊരു സംശയം. അതിരാത്രി സ്റ്റെഫി എന്തിനാ വിളിച്ചത്? ഒരു പാട്ട് വർക്ക് ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ കഥ. സോ യു ഓൾസോ കം ഫ്രം എ നോൺ ഫിൽമി ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? അപ്പോൾ വാട്ട് വാസ് യുവർ ഏർലിയസ്റ്റ് കണക്ഷൻ വിത്ത് സിനിമ? അതായത് ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കണ്ടിട്ടോ ലൈക്ക് ഐ വോണ്ട് ടു ഡു ദാറ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ട്? എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ അമ്മയുടെ അച്ഛൻ, അദ്ദേഹം ഇപ്പം ഇല്ല, ബാലൻ നായർ. അപ്പം വലിയച്ഛൻ എന്നാണ് നമ്മളവിടെ വിളിക്കുന്നത്. ഗ്രാൻഡ് ഫാദറിനെ അവിടെ വലിയച്ഛൻ അവിടെ പേരാമ്പ്ര സൈഡിൽ. അപ്പം വലിയച്ഛൻ ഭയങ്കരമായിട്ട് വെസ്റ്റേൺ റെയിൽവേസിലായിരുന്നു, ബോംബെയിലായിരുന്നു കുറേ കാലം. അപ്പോൾ അദ്ദേഹം ഭയങ്കര വലിയ ദിലീപ് കുമാർ സാബിൻ്റെയും ലൈക്ക് മധു സാറിൻ്റെയും പ്രേം നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെയും ഹി വാസ് എ ഫിലിം ഫെനാറ്റിക് ആൻഡ് he was this amazing narrator, brilliant storyteller ആയിരുന്നു. അതായത് അദ്ദേഹം പണ്ട് കണ്ടിരുന്ന സിനിമകളെ ഞാൻ കുഞ്ഞായിരിക്കും അതിന് കഥ നറേറ്റ് ചെയ്യും. ഞാൻ ആ സിനിമ കാണാതെ തന്നെ എനിക്കിങ്ങനെ മുന്നിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഭയങ്കര കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാര്യം കേട്ടോ. എനിക്കൊന്ന് എവിടേക്കോ ആ കഥകളിലും പുസ്തകങ്ങളിലെ കഥകളും വലിയച്ഛൻ്റെ നറേഷനിലാണ് ഞാനിങ്ങനെ ആദ്യമായിട്ട് സിനിമ. അന്ന് ടി വി ഒന്നുമില്ല വീട്ടിൽ, അങ്ങനെ കാണുന്നത്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഞാൻ കണ്ട സിനിമ എനിക്കൊന്ന് ഹിറ്റ്ലറാന്ന് തോന്നുന്നു. അങ്ങനെയാണ് അങ്ങനത്തെ കുറേ സിനിമകൾ തിയേറ്ററിൽ കണ്ട സിനിമകൾ. ശോഭന ചേച്ചീനെയും ഉർവശി ചേച്ചീനെയും മഞ്ജു ചേച്ചീനെയും കാവ്യ ചേച്ചീനെയും എല്ലാവരെയും ഇവരുടെ കുറേ പെർഫോമൻസസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് എനിക്കൊന്ന് സ്റ്റേസ് ബാക്ക് വിത്ത് യു. അപ്പോഴൊക്കെ ഈ ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇതാരേലും പറഞ്ഞാൽ കളിയാക്കുമല്ലോ, ഒരിക്കലും നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടും പറയാതെ നമ്മൾ മാത്രമുള്ള ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയങ്ങളിൽ കണ്ണാടീൻ്റെ മുന്നിലും കുളിമുറിയിലും റൂമിലും ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ ഇത് റീഎനാക്ട് അങ്ങനത്തെ ഒരു കുറേ കളപ്പരിപാടികളും. പിന്നെ എനിക്ക് മറ്റേ പരിപാടിയായിരുന്നു, ഞാൻ തന്നെ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നു, ഞാൻ തന്നെ എന്നെ രക്ഷിക്കുന്നു, ഞാൻ കിഡ്നാപ്പ് അയാൾ കിഡ്നാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളെല്ലാം ഞാൻ
മനസ്സിലായോ? ഇങ്ങനെ അങ്ങനത്തെ ഒരു സീൻ ജൂണിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് സീരിയസ്ലി ആസ് എൻ ആക്ടർ ഞാൻ വാവോ അടിച്ചത് ചാരുലത എന്ന് പറയുന്ന സിനിമ. മാധവി മുഖർജിയുടെ പെർഫോമൻസ് കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഫിലിം സ്റ്റഡീസ് ക്ലാസ്സിൽ കണ്ടപ്പോഴാണ് ഞാൻ ഐ വാസ് ലൈക്ക് ഓ വാവ് വാട്ട് എ ഫിലിം. അവിടെയാണ് എനിക്കിങ്ങനെ ആഗ്രഹം സ്ട്രോങ്ങർ ആവുന്നത്. പക്ഷെ എന്നാൽ പോലും സിനിമ സംഭവിക്കുന്നത് വരെ ഇതൊരു പോസിബിലിറ്റിയാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാനങ്ങനെ ഞാൻ ആക്സിഡൻ്റൽ ആക്ടർ എന്ന് ഒരിക്കലും എന്നെ വിളിക്കില്ല, കാരണം എൻ്റെ ആഗ്രഹം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഞാനൊരു ലക്കി ആക്ടറും കൂടെ എന്ന വേ ദാറ്റ് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹം എങ്ങനെയൊക്കെയോ എന്നിലേക്ക് അത് എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഭാഗ്യം, ആ ലക്ക് എന്നെ ഫേവർ ചെയ്തു എന്നുള്ളതിൽ അത് സത്യം തന്നെയാണ്. അപ്പോൾ എനിക്കൊന്ന് എവിടേക്കോ പല 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 കാരണങ്ങളും കാരണം ഒരു മാനിഫെസ്റ്റേഷൻ and some magic happened and I reached here. Right. Also you were a mass comm student like you said. അപ്പോൾ of course നല്ലൊരു എക്സ്പോജർ കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് വേൾഡ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. So do you think there are, ഇപ്പോൾ if I to ask you ഒരു 3 പടം which you think aspiring filmmakers should watch, അതായത് ഒരു സിനിമ നല്ലോണം മനസ്സിലാക്കാൻ? അങ്ങനെ ഞാൻ പറയില്ല. അതായത് അങ്ങനെ പറയണേ ഗൂഗിൾ ചെയ്താൽ മതി. അല്ല, ഞാൻ പറയണ ഏറ്റവും ഈസിയർ വേ വുഡ് ബി ടു ഗൂഗിൾ ചെയ്തൊക്കെ സിനിമ. കാരണം ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആവാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തൊരു സിനിമയാണ് എന്ന് ഞാൻ ഭയങ്കര വണ്ടർ അടിച്ച് അതിൽ ഓരോരോ ഡയലോഗ്സും എൻ്റെ ഇങ്ങനെ എനിക്ക് ഭയങ്കര റിഫ്ലക്റ്റീവായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയാണ് ഇറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ദാറ്റ് ഫിലിം. ആ സിനിമ അതുപോലത്തെ ഒരു ക്യാരക്ടറോ അങ്ങനത്തെ ഒരു സിനിമയോ അതൊരു ബ്രില്യൻറ്റ് ഫിലിമാണ്. ബിഫോർ സൺറൈസ് സീരീസ് ഇസ് ബ്രില്യൻറ്റ്. ശശാങ്ക് റിഡംഷൻ. സി ദീസ് ആർ ഫിലിംസ് വിച്ച് എവറിബഡി നോസ്. പോർട്രേറ്റ് ഓഫ് ദ ലേഡി ഓൺ ഫയർ. സി സോ മെനി ഫിലിംസ് അല്ലേ. അപ്പം ആൻഡ് എവറി ഇയർ സോ മെനി ഫിലിംസ് ആർ ചേർണിങ് ഔട്ട് ഓൾസോ. സോ ഐ ഡോണ്ട് വാണ്ട് ടു സ്പെസിഫിക്കലി സേ നിങ്ങൾക്ക് സിനിമ എടുക്കണമെങ്കിൽ ഈ സിനിമ ആണോ. അങ്ങനെയാണ് മലയാളത്തിന് എന്തോരം ഗ്രേറ്റ് ഫിലിംസ് ഉണ്ട്, ഗ്രേറ്റ് ഫിലിംസ് ഉണ്ട് ദാറ്റ് വി ക്യാൻ. പക്ഷേ ഈ എറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ് ഇറ്റ് ജസ്റ്റ് സ്റ്റേസ് വിത്ത് മീ. അതിൽ കേറ്റ് വിൻസ്ലെറ്റിൻ്റെ ക്യാരക്ടറും like how feeble life is and how important each moment is എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ. ഇപ്പം നഷ്ടം, അതായത് ഇപ്പം പോകുമെന്ന് തോന്നുമ്പോൾ നമ്മളൊരു കാര്യത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. That's a very good this thing. I think if കണ്ടിട്ടില്ലെങ്കിൽ definitely people should watch Eternal Sunshine. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട സിനിമയായിരിക്കും. ബട്ട് ഇഫ് നോട്ട് ആൻഡ് കേറ്റ് വിൻസ്ലെറ്റ് വാട്ട് എ ഫാബുലസ് ആക്ടർ അല്ലേ. മെറിൽ സ്ട്രീപ്പ് കഴിഞ്ഞാൽ അതെ definitely. I think the choices ആണെങ്കിലും Mayor of Easttown was so good, Regime was so good. Yeah. Now I want to go back 10 years back to your Susy's Code days. Susy's Code അറിയാത്തവർക്ക് അത് പണ്ട് രജീഷ ഹോസ്റ്റ് ചെയ്ത് സൂര്യ ടി വിയിൽ ഹോസ്റ്റ് ചെയ്തിരുന്നൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു ഷോ ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത്. ഐ വാസ് ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു വി ഹാവ് സീൻ എ ലോട്ട്, നമ്മൾ കുറേ VJs കണ്ടിട്ടുണ്ടാവും. ബട്ട് there was something dynamic about you, the way you spoke. ചറവറ സംസാരിക്കുകയായിരുന്നു, ലൈക്ക് വാദോരാതെ സംസാരിക്കുകയായിരുന്നു. And it was very interesting to listen to. Like people could just play you on and just listen to you full on. അങ്ങനത്തെ ഒരു the show was also very successful, right? It really put you on the spotlight also. Do you miss those days, your VJ days? Because you don't do it anymore. Would you look back at it and... I don't miss it, but I cherish it. Does it make sense? Yeah, definitely. എനിക്കതിപ്പോൾ ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്ത സമയത്തുള്ള സന്തോഷവും ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയും. കാരണം എനിക്കറിയില്ല ഇപ്പം അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. You are much changed person. No, not that. I feel like ഒരു ആക്ടറിന് ഒരുപാട് എക്സ്പോഷർ വേണ്ട. Okay. എനിക്ക് ഞാനായിട്ട് അങ്ങനെ ഒരുപാട് you don't want to be out there എന്നാണോ? ലൈക്ക് അപ്പോൾ അതായത് ഒരു മജീഷ്യൻ അയാളുടെ എല്ലാ ട്രിക്സും എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണിച്ച് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എനിക്ക് ഞാൻ ആ റാബിറ്റിന് ഫുൾ ടൈം കണ്ടുകൊണ്ടിരുന്ന പിന്നെ ആ റാബിറ്റ് ഹാറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എനിക്ക് ഇത് അപ്പുറത്ത് നമ്മൾ കൂട്ടി കിടക്കുന്ന റാബിറ്റ് അല്ലേ എന്നുള്ളൊരു തോന്നൽ വരാമോ എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ എനിക്കങ്ങനെ രജിഷേനെ അങ്ങനെ അധികം ആൾക്കാരിലേക്ക് രജിഷ എത്തണ്ട. ഓക്കെ. So do you think social media avade is that's why I'm not very active on that? Okay. Not judging people who do it. അതെനിക്ക് കുഴപ്പമില്ല, അതൊരു കലയാണ്. പക്ഷേ എനിക്ക് ആ ഒരു സ്പേസ് ഇട്ട് ഞാൻ പല സമയത്തും അൺഇൻസ്റ്റാൾ ചെയ്ത് പോവും. ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ നിന്നും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്ന ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സമയം അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണിൽ തന്നെ ആയി പോവല്ലേ, വെർച്വൽ വേൾഡിൽ തന്നെ. ഇപ്പോൾ റിയൽ വേൾഡിൽ ഒന്നും അറിയണില്ല.
ഭയങ്കര ഡിസ്ട്രാക്ടിങ് ആവും. എനിക്കതൊരു ഡിസ്ട്രാക്ടിങ് ഫാക്ടർ ആയതുകൊണ്ട് എനിക്ക് അത് ഞാൻ ആക്ച്വലി എൻ്റെ ഫോണിൽ നിന്ന് കളഞ്ഞിട്ട് എൻ്റെ ഐപാഡിൽ എടുത്ത് വെച്ചു. അപ്പോൾ ഐപാഡിൽ നിന്ന് കാണാൻ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. സോ യു വിൽ ലിമിറ്റ് ഇറ്റ്. സോ ഐ ലൈക്ക് ഓക്കെ ദിസ് ഹെൽപ്പ് സെറ്റ് എ പ്രോപ്പർ ബൗണ്ടറി. പണിയെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എല്ലാ 5 മിനിറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തോന്നും, വിച്ച് ഈസ് ഫ്രസ്ട്രേറ്റിംഗ്. സോ അല്ലെങ്കിൽ ഒരു ദിവസം പോകുന്ന അറിയുന്നില്ല. ഒരു ബുക്ക് വായിക്കാൻ സമയമില്ല, ഒരു സിനിമ കാണാൻ സമയമില്ല, ഒന്ന് കുക്ക് ചെയ്യാൻ ടൈമില്ല, ഡോഗ്സിനെ നടത്താൻ ഒന്നിനും സമയമില്ല. പക്ഷെ അത് ഫോണൊന്ന് മാറ്റി വെച്ചാണ്ടല്ലോ സമയം ഞാൻ എന്ത് ചെയ്യും നടന്നിട്ടൊക്കെ വരാം. ആൻഡ് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് കോൾസിൽ, മെസ്സേജസിൽ. നേരിട്ട് കാണുമ്പം ഒന്നും പറയാനില്ല അങ്ങനെ. അല്ല നേരിട്ട് ഞാൻ പല സമയത്തും ഞാൻ ഈ റെസ്റ്റോറൻറ്റ്സ് പോകുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് ഞാൻ വരെ കേട്ടോ. ഞാനിങ്ങനെ അവരെ പറയല്, നമ്മളെല്ലാവരും 4 പേര് കാണാൻ വന്നെങ്കിൽ 4 പേരും അവരുടെ ഫോണിലാണ്. എന്നാൽ പിന്നെ വീട്ടിലിരുന്നിട്ട് പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡ്. അപ്പം ഫിസിക്കലി നമ്മൾ ആൾക്കാരെ കാണുന്നതും ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് എനിക്ക് തോന്നുന്നു കുറച്ച് ഡെഫിനറ്റ്ലി എനിക്കത് വേണം. ഞാൻ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമുക്കൊരു വിഷം വരുമ്പോൾ നമ്മൾ ആദ്യം അതാണല്ലോ. ട്രൂ. സോ Masthishkamaranam ഉണ്ട്. Of course, this year it is releasing. Now another exciting movie got announced a few days back, which is Bachelor Party 2. പറയാൻ പറ്റുന്ന അത്രയും if you could share what it is about and സിനിമയാണ്. how excited are you about it? Anuraga, Tamil Nirad and Fahad Fasil Productions are doing it. It's called Bachelor Party Dukes. Dukes means of them, about them. Tune കൂടെ അങ്ങനെ ഒരു അർത്ഥം കൂടെ ഫ്രഞ്ചിൽ ആ സിനിമയ്ക്ക്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്. ഡ്യൂക്സ്. ഓക്കെ ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഷെയർ. നത്തിങ് മോർ. എപ്പോഴേക്കും റിലീസ് ചെയ്യുന്നുണ്ട് അത്ര എനിക്ക് പറയാൻ. ഓക്കെ ഷുവർ. വിൽ കീപ് ദ ഹൈ അങ്ങനെ തന്നെ വെച്ചിട്ട്. അങ്ങനെയല്ല, എനിക്കും അങ്ങനെ ഒരുപാട് പറയാൻ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ. ഷൂട്ട് തുടങ്ങുന്നേ ഉള്ളൂ. റൈറ്റ്. ഇനി ഒരു ക്വിക്ക് റാപ്പിഡ് ഫയർ ആണ്, then we'll wrap this up. Okay, yeah. So which role of yours do people quote back to you the most and how do you feel about it? June. Oh, I thought you were saying Anuraga Karikkin Vellam. No, but പീപ്പിൾ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത് ജൂണിനെ പറ്റിയാണ്. കുഞ്ഞുങ്ങളും എനിക്കൊന്നും ഏജ് ഡിഫറൻസ് ഇല്ല, എല്ലാവർക്കും അങ്ങനെ. ഇപ്പൊ അമ്മൂമ്മമാരുമായിട്ട് സ്മോൾ കിഡ്സ് വരെ കുറെ പിള്ളേർക്ക് എൻ്റെ പേര് പോലും അറിയത്തില്ല. ജൂൺ എന്നാണ് വിളിക്കുന്നത്. വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ്. പണ്ട് എലി എന്ന് വിളിക്കുമായിരുന്നു. ഈ പണ്ട് മിഠായി തെരുവിൽ, കോഴിക്കോട് മിഠായി തെരുവിലൂടെ ഞാനിങ്ങനെ അണ്ടർറൈറ്റിംഗ് വെള്ളം ഇറങ്ങി എനിക്കൊന്ന് ഒരാഴ്ച എങ്ങാനും ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ മിഠായി തെരുവിൽ കൂടെ അങ്ങനെ നടക്കുമ്പം, റോഡിൽ കൂടെ നടക്കുമ്പോൾ പുറകുന്ന ആരും എലി എന്ന് പറഞ്ഞു. ലിറ്ററലി ഞാൻ തറയിൽ നോക്കുക എലി. പിന്നെ എനിക്ക് മനസ്സിലാന്നോ എന്നെയാണ് വിളിച്ചേ, കാരണം നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. ഞാൻ ശരിക്കും മറ്റേ റോഡിൽ നോക്കുക എലി എവിടെ. ഓക്കെ, ഓ അപ്പൊ very sweet people remember you call. One advice you would like to give to aspiring actors? ഒരു അഡ്വൈസും ഇല്ല. എന്ത് അഡ്വൈസ് കൊടുക്കുക? ഒരു സാനിറ്റി കീപ്പ് അപ്പ് ചെയ്യാൻ തോന്നുന്നു എനിക്ക്. ഭയങ്കര പീപ്പിൾ ഹാവ് ഡിഫറെന്റ് പ്രോസസ്സസ് ഫോർ ദാറ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. വാട്ട് ഈസ് ഇഫ് ദാറ്റ് ഐ തിങ്ക് ദാറ്റ് വുഡ് ബി റിയലി. I feel like sometimes it's very easy to get disheartened. You know, small failures. റിയാലിറ്റി ചെക്ക് ഞാൻ പറയാം. ഒരു വർഷം ഇത്ര സിനിമകളെ സംഭവിക്കുന്നുള്ളൂ. ആ സിനിമകളിൽ ഇത്ര ആക്ടേഴ്സിനെ അഭിനയിക്കാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി ഇത്രയും ടാലന്റ് പൂളുണ്ട്. ഇനിയും ഇത്രയും നമ്മൾ മറ്റേ ഫിഗർ ഔട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാത്ത ടാലൻസ് ഉണ്ട്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പം സഡൻലി വരില്ലായിരിക്കും. ചിലപ്പം 20കളിൽ വരാം, 30കളിൽ വരാം, ചിലവർക്ക് 50കളിലാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. എക്കോലെ ആക്ട്രസ് ലൈക്ക് did you see her interview? She says that this is her first film that's releasing. But what a film, what a fabulous performance. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് എന്താ പറയുക ലക്ഷ്യങ്ങൾ വെക്കേണ്ട. ഇൻ ദ സെൻസ് ദാറ്റ് എനിക്ക് ഈ സമയത്ത് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഡ്രീം ക്രാക്ക് ആവണം എന്നുള്ളത്. അത് ഭയങ്കര പ്രഷർ ആവാം. രണ്ടാമത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ ആസ്പയറിങ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണേ, ഭയങ്കരമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്രഷർ സിനിമയിൽ നിന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒന്നുമില്ല സമയം കൂടുതലെടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യു മൈറ്റ് നോട്ട് ഗെറ്റ് പെയ്ഡ് ദാറ്റ് വെൽ, യു നോ വാട്ട് ഐ മീൻ. അപ്പം ഇഫ് യു ഹാവ് എ സിസ്റ്റം വെർ യു ക്യാൻ ഗെറ്റ് മണി ഫ്രം സംവെയർ എൽസ്, അതായത് ഒരു പാർട്ട് ടൈം ജോബോ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ സിസ്റ്റം, അതായത് നമുക്ക് നമ്മുടെ സർവൈവലിന് വേണ്ടി നമുക്ക് സിനിമ വേണ്ടല്ലോ. സർവൈവ് ചെയ്യാനല്ല, നമുക്ക് പാഷൻ ഉള്ളതുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു. സർവൈവൽ അതിന്റെ വഴിക്ക് നടക്കും എന്നുള്ളതാണ്. ആൻഡ് തേർഡ് ഇസ് അറ്റൻഡ് ഓഡിഷൻസ്. എത്രയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഓഡിഷൻ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ്.
ആ കലയെ കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാക്ടീസിലൂടെ ആയിരിക്കും. അപ്പോൾ വിത്ത് ഈച്ച് ഓഡിഷൻ യു വിൽ ബിക്കം ബെറ്റർ അറ്റ് ഓഡിഷൻസ്. പിന്നെ നമുക്ക് ഓഡിഷൻ പോകുമ്പോൾ ആ ടെൻഷനോ ഫിയറോ ഒന്നും ഉണ്ടാവില്ല. ഇത് വേറെ ശരി കൊടുത്തു നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്ത് വേറെ ആരും ഇങ്ങനെ പറഞ്ഞു, ഓഡിഷൻ കൊടുക്കുമ്പം മാക്സിമം പ്ലെയിൻ ആയിട്ട് കൊടുക്കാൻ നോക്കുക. കാരണം നമുക്ക് ആക്ച്വലി അത്ര ബ്രീഫല്ലേ കിട്ടൂ. ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് ടോട്ടൽ ബ്രീഫ് നമുക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് കയറി അഭിനയിച്ചാലും അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ന്യൂട്രൽ പരിപാടി പിടിക്കുവാണെങ്കിൽ പിന്നെ ആൻഡ് ഗിവ് മൾട്ടിപ്പിൾ ടേക്സ്. അപ്പോൾ ഈച്ച് ടേക്കിലും ഡിഫറെൻ്റ് ആയിട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു തോട്ടം വരും. ആൻഡ് ഓൾസോ ഇയാൾ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടം വരും. ആൻഡ് ട്രൈ ടു ഗോ വിത്തൗട്ട് മേക്കപ്പ്. ലൈക്ക് വെരി ലെസ്. ഇൻ എ വേ ദാറ്റ് കുറച്ചും കൂടെ നമ്മൾ ഫീച്ചേഴ്സ് മനസ്സിലാവും. അതിൽ മേക്കപ്പ് ഇട്ട ഇവരെ, കാരണം നമുക്ക് സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാലോ ഇന്ന ആളെ മേക്കപ്പ് ഇട്ട എങ്ങനെയാക്കി മാറ്റാൻ പറ്റും. നമ്മളത് ഇതൊക്കെ എന്റെ ഐഡിയ ആണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി disheartened exactly. Now just let me know what first thing that comes to your mind when you hear the following words on the audition. Audition ipo one word, or just one word that comes to your mind. Never ending. Okay. Criticism. Take it. Okay. Social media. Take it, filter it, and then keep it. Okay. Success. Endalla ഞാൻ അത് ക്രിറ്റിസിസത്തിന്റെ Oh, sorry. Okay. Social media kind of necessity for actors, but not a necessity for a human being. So figure out the balance. Okay. And success. What comes to your mind when you hear success? Contentment. Okay. Content ആണെങ്കിൽ yeah, that makes sense. What about fear? Fear-ഓ? അയ്യോ, ഫസ്റ്റ് തിങ് അല്ലല്ല, ഫിയർ വുഡ് ബി പാറ്റ, പല്ലി, ഓൾ ഓഫ് എല്ലാ ഇൻസെക്ട്സും, ഹൈറ്റ്, ലിഫ്റ്റ് കുടുങ്ങി പോകുന്നത്, അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ്. അതും ഹൈറ്റും എല്ലാം കൂടെ ഈ സിനിമയിൽ ഈ ലിഫ്റ്റിൽ കുടുങ്ങി മരിക്കുന്ന സീൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എനിക്ക് പ്രേതത്തിന് ഭയങ്കര പേടിയാണ്. പ്രേതം ഇല്ലെന്ന് എത്ര വിശ്വസിക്കാൻ ശ്രമിച്ചാലും എനിക്ക് മറ്റേ ഒരു പേടിയാണ്. വെരി ലെസ്. Got it. So with this we are wrapping up. So ഞാൻ പറഞ്ഞല്ലോ, രജിഷ നമ്മുടെ കോളേജിൽ പണ്ട് ടെഡ് ടോക്കിന് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വാസ് ദി ആർട്ട് ഓഫ് ആസ്കിങ് റൈറ്റ് ക്വസ്റ്റ്യൻ. ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് മൊത്തം എഴുതിയത്. സോ ഐ ഹോപ്പ് യു ഫീൽ ദാറ്റ് ഓക്കെ ഇറ്റ്സ് ഒരു മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദ തിങ്സ് യു റേസ് പീപ്പിൾ ആർ നോട്ട് എംപത്തറ്റിക് ഓർ അണ്ടർസ്റ്റാൻഡിങ് വെൻ ദേ സോർട്ട് ഓഫ് ബ്രിങ് ദാറ്റ് ഔട്ട്. സോ ഐ ഹോപ്പ് ഐ ഡിഡ് ജസ്റ്റിസ് ടു ദാറ്റ് ഫിലോസഫി. എനിക്ക് ആ ക്വസ്റ്റ്യൻ എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമായി. ബട്ട് വെരി വെൽ പുട്ട്. അത് എന്താണെന്ന് അറിയാം, മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് തോന്നിയിട്ടുണ്ട് അഞ്ജലി, ദാറ്റ് വെൻ യു ആർ ഇന്റർവ്യൂയിങ് സംബഡി ആൻഡ് മീ ബീങ് സംബഡി ഹു ഹസ് ഡൺ ഇറ്റ് ഇൻ ദ പാസ്റ്റ്, ദാറ്റ് ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഒരാൾ ഡേ ടു ഡേയിൽ കാണുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നൈസറായിട്ട് എംപത്തൈസ് ചെയ്തും ചോദിച്ചാൽ അത് നല്ലതായിരിക്കും. ട്രൂ. ആൻഡ് ഓൾസോ ജസ്റ്റ് ഹോപ്പിംഗ് വൺ തിങ് ദാറ്റ് ഇനി ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വേഴ്സിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ ഐ ഹോപ്പ് it resonates with Rajisha Vijayan's name, you know. Thank you so much. I hope so. But more importantly, I really hope Masthishkamaranam works, because that is going to be very, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിന് പറയല്ല, വേഴ്സിറ്റാലിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല, ബട്ട് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ഫിലിം ദാറ്റ് ഇസ് കമ്മിങ് ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി. നമുക്ക് ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഐ ഗോട്ട് ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ദിസ് ഫിലിം, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് തോട്ട്. ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് അങ്ങനെ. അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ഒരു ഭാഗമാവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഐ really hope it works in theatres. Right. I hope it becomes a huge success and people actually go to the theatres and watch. I'm really excited for it. So wishing you all the best, you and the team. So, thank you so much. So as a എൻ്റെ ഒരു ചടങ്ങുണ്ട് നമുക്ക്. അതായത് I have a Polaroid of you which I would love for you to like sign and autograph. Oh, thank you. ലാസ്റ്റ് മിനിറ്റ് എടുത്തോണ്ട് കേട്ടോ, അല്ലെങ്കിൽ വേറെ നല്ല ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഇസ് ലൈക്ക് 5 years old ഫോട്ടോ. Yeah, this is during ഖോഖോന്റെ പ്രൊമോഷൻ. കറക്റ്റ്. അതാണ് ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇത് താഴെ അതാ വന്നത്, രജിഷ ഖോഖോ പ്രൊമോഷൻ. കിടിലം തന്നെ.
Thank you so much. It was lovely meeting you, Same and thank here, you so same much here. for your time. So much. Thank you so much.